ഓക്കെ 166. പ്രഭാകർ സാറേ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. 165. ഓക്കെ അതൊക്കെ ഗുഡ് ഈവനിങ്. ഹായ് സാർ. അനുരാജ് മാഡം, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. രാധിക മാഡം ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഓൾ. ഐ എം അനു ഫ്രം പാല. മനോഹരമായ ഒരു ഈ ദിവസം തന്ന നമ്മുടെ നല്ലവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ സൂം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നെറ്റ്വർക്കിംഗ് മേഖലയിലെ പ്രൊഡക്റ്റ് കൊണ്ടും പ്രൊജക്ട് കൊണ്ടും വിപ്ലവകരമായ ചലനം സൃഷ്ടിച്ചുകൊണ്ട് സൂര്യപ്രഭയോടുകൂടി ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഇബൈറ്റോറിയം തിളങ്ങി നിൽക്കുന്നു. സൺഡേയുടെ ഈ സായാഹ്ന വേളയില് ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ പ്രൊജക്റ്റിനെ കുറിച്ചും കൂടുതൽ അറിയുന്നതിനും ഈ ബയോറ്റോറിയത്തിന്റെ പ്രകാശം സ്വീകരിക്കുവാനുമായിട്ട് വരും കാലങ്ങളില് ഈ ബയോറ്റോറിയം എന്ന ഈ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള അറിവുകൾ എല്ലാവരിലേക്കും പകർത്തുവാനുമായിട്ടുള്ള ഉദ്യമത്തിനാണ് നാം ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്നത്. ഈ സൂം മീറ്റിംഗിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മഹത് വ്യക്തിത്വങ്ങളെയും ഏറെ സന്തോഷത്തോടു കൂടിയും ഏറെ ബഹുമാനത്തോടു കൂടിയും കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. 2008 സ്ഥാപിച്ച ഈ ബയോറ്റോറിയം എന്ന നെറ്റ്വർക്ക് കമ്പനിയെ കുറിച്ചും ആ കമ്പനി വിപണിയിൽ ഇന്ന് എത്തിച്ചിരിക്കുന്ന ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സ്, ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്, കമ്പനിയുടെ അപ്കമിങ് പ്രൊഡക്ട്സിനെ കുറിച്ചും ഒക്കെ വേണ്ടത്ര അറിവ് പകർന്നു തരുന്നതിനായിട്ട് നമ്മുടെ ഇവിടെ ഇന്ന് സന്നിഹിതനായിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ടീമിന്റെ തന്നെ വെൽനസ് കോച്ചും മികച്ച മെന്ററുമായ RK എന്ന ഓമന പേരില് അറിയപ്പെടുന്ന രാധാകൃഷ്ണൻ സാറാണ്. അദ്ദേഹം മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയാണ്. 10 വർഷത്തോളമായി ഫാർമ ഫീൽഡിലും 13 വർഷമായി ന്യൂട്രാസ്യൂട്ടിക്കൽ ഫീൽഡിലും വർക്ക് ചെയ്തിരുന്ന അദ്ദേഹം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഓഫീസ് നമ്മുടെ കമ്പനി ദാദറില് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടാതെ റീജിയണൽ ഓഫീസ് ഡൽഹിയിലുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ഉടനീളം പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളിലൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ അതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഈ ബയോട്ടോറിയം. നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് ഹെൽത്തി ഇന്ത്യ, വെൽത്തി ഇന്ത്യ ആൻഡ് ഹാപ്പി ഇന്ത്യ എന്നുള്ളതാണ്. നമ്മളൊക്കെ ഓരോ ഇന്ത്യക്കാരനും 2047 ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറും എന്നുള്ള സങ്കല്പത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും അത് സാധ്യമാവുക തന്നെ ചെയ്യും. അതിലേക്കുള്ള ചുവടുവെപ്പുകൾ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ തലങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു വികസിത രാജ്യത്തിലേക്ക് പോകുമ്പോൾ ഓരോ ഇന്ത്യക്കാരന്റെയും ഓരോ പൗരന്റെയും കയ്യിൽ അവരുടെ പ്രതിശീർഷ വരുമാനം വർദ്ധിക്കുമ്പോഴാണ്, അവരുടെ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കുമ്പോഴാണ് ഒരു രാജ്യം റിച്ച് ആകുന്നത്. മാത്രവുമല്ല, ആ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നല്ല ആരോഗ്യമുള്ള ജനതയും സാമ്പത്തിക സുസ്ഥിരതയുള്ള ഒരു സമൂഹവും സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് ഒരു വികസിത രാജ്യം ആയിട്ട് മാറുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് വേണ്ടുന്ന ഒരു മാക്സിമം കോൺട്രിബ്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ ബയോട്ടോറിയം കാണുന്ന ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു ദൗത്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് സാഗർ ജോഷി സാറ് ഇപ്പോൾ തന്നെ ലക്ഷോപലക്ഷം ആളുകൾക്ക് അവസരം കൊടുത്തു കഴിഞ്ഞു. നമുക്കും ആ അവസരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. 2008 നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ബെസ്റ്റ് മാനേജ്മെന്റിന് ഇന്ന് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ മുഴുവൻ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഈ ബയോട്ടോറിയത്തിന്റെ മാനേജ്മെന്റ് ബെസ്റ്റ് മാനേജ്മെന്റ് ആണ് നമുക്ക് ഒരു സംശയം കൂടാതെ പറയാൻ കഴിയും. ഓഫ്ലൈനും ഓൺലൈനുമായിട്ട് പ്രോഡക്റ്റിന്റെ ഡെലിവറി ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മുടെ കമ്പനി സമയബന്ധിതമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2021 ആയുഷ് കൊറോണ യോധ സർട്ടിഫിക്കേഷൻ നേടിയിട്ടുള്ള, ആദരവ് നേടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആൻഡ് സൈബർ സെക്യൂർ ആണ്. സൈബർ സെക്യൂരിറ്റിയിൽ അതെല്ലാം ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാൻ പറ്റും പിന്നെ സൈബർ സെക്യൂരിറ്റി എത്രത്തോളം വേണം എന്നുള്ളത് നമുക്കറിയാം. അതെല്ലാം അതുപോലെ തന്നെ ഓൺ സോഫ്റ്റ്വെയറിൽ നമ്മുടെ കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ പറയുന്ന എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഇന്ന് ഡയറക്ട് സെല്ലിങ്ങിന് കേന്ദ്ര സർക്കാർ ഒരുപാട് നിയമനിർമ്മാണം നടത്തി. അതൊരു അസാധാരണ വിജ്ഞാപനത്തിലൂടെ മന്ത്രി പീയൂഷ് ഗോയൽ അത് പ്രസിദ്ധീകരിച്ചു. അതിനെ ചുവടുപിടിച്ച് കേരള ഗവൺമെന്റ് ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി ഒരു മോണിറ്ററിംഗ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം ഉണ്ടാക്കി. അതിനകത്ത് നല്ല കമ്പനികളൊക്കെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ
സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തു. അങ്ങനെ ഇന്ന് നിയമപരമായിട്ടുള്ള എല്ലാ ചട്ടക്കൂടുകളും സുസജ്ജമായിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ഈ ബയോട്ടോറിയം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കേഷനുകളും നമ്മുടെ കമ്പനി നേടിയെടുത്തു കഴിഞ്ഞു. ഒരുപാട് സർട്ടിഫിക്കേഷനുകൾ നമ്മുടെ കമ്പനിക്ക് ഇതിനകം കിട്ടി. ഒരുപാട് അംഗീകാരങ്ങൾ നമുക്ക് കിട്ടി. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രീസിന്റെ അവാർഡ്, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രീസിന്റെ അവാർഡ്, അതുപോലെ തന്നെ ആയുഷ് ഇന്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷന്റെ അവാർഡ്, മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അവാർഡ്, ഇങ്ങനെ നമുക്ക് എടുത്തു പറയത്തക്ക ഒട്ടനവധി അവാർഡ് ആൻഡ് റിവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം. അതിൽ ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത് MSMEയുടെ ഒരു റെക്കഗ്നേഷൻ ആണ്. മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബെസ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് നമ്മുടെ കമ്പനിക്ക് MSMEയുടെ അവാർഡ് ലഭിക്കേണ്ടായി. അതുപോലെ തന്നെ ആയുഷ് ഇന്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷൻ 2021 ആയുഷ് കൊറോണ യോദ്ധ അവാർഡ് കൊടുത്ത് നമ്മുടെ പ്രോഡക്റ്റിന് ആദരവ് കൊടുത്തു. കാരണം നമുക്കൊക്കെ അറിയാം 2020 കൊറോണയുടെ വ്യാപനം ലോകം മുഴുവനും ഒരുപാട് ആളുകൾക്ക് മരണം സമ്മാനിച്ചതാണ്. ഒരുപാട് ആളുകൾ മരിച്ചുപോയതാണ് കൊറോണ പീരീഡിൽ. ആ കൊറോണ മരണങ്ങളിൽ മിക്കതും ഓക്സിജൻ കുറയുന്ന ഒരു പ്രതിഭാസം കൊണ്ടായിരുന്നു. ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്ന ഒരു പ്രതിഭാസം കൊണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകളിൽ ഓക്സിജന്റെ അളവ് കുറയാതെ അവർ ജീവിതത്തിലേക്ക് റീടേക്ക് ചെയ്യാൻ സഹായിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ആയുഷ് ഇന്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷൻ ആയുഷ് കൊറോണ യോദ്ധ അവാർഡ് കൊടുത്ത് ആദരിച്ചൊരു പ്രോഡക്റ്റ് ആണ് ഈ ബയോട്ടോറിയം മാർക്കറ്റ് ചെയ്യുന്നത് എന്ന് ഏതൊരാൾക്കും അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ സത്യം കൂടിയുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിലും ഇത് നമുക്ക് അനിവാര്യമാണ് എന്നുള്ളതാണ്. കൊറോണ വിട്ടുപോയോ ഇല്ലയോ എന്നുള്ളതല്ല ചർച്ച. ഓക്സിജന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് അത് പ്രാണനാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പൊ ഓക്സിജന്റെ അളവിനെ നിലനിർത്തുന്നതിന് പര്യാപ്തമായ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ എന്നുള്ളത് ഒരു സംശയം വേണ്ട. അത് നമ്മൾ എത്രയോ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളിലൂടെ അത് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സത്യമാണ്. അപ്പോ അങ്ങനെ ഉള്ളൊരു പ്രോഡക്റ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം അനിവാര്യമാണ്, ആവശ്യമുള്ളതാണ്. അതിന് ആവശ്യം എന്നുള്ളതിന് ഉപരിയായിട്ട് അത്യാവശ്യമുള്ളതാണെന്ന് പറയാൻ കഴിയും. അത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ്, ഓക്സിജന്റെ ഡെഫിഷ്യൻസി ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2023 ഡിസംബർ മാസം 29 മഹാരാഷ്ട്രയുടെ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ ശ്രീ രമേശ് ബൈസ് സാറിൽ നിന്ന് നമ്മുടെ കമ്പനിയുടെ MDക്ക് ഒരു വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള പ്രസ്റ്റീജ് അവാർഡ് കിട്ടേണ്ടായി. ആ അവാർഡ് എന്ന് പറയുന്നത് ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദ ഇയർ എന്ന് പറയുന്ന ഒരു അവാർഡാണ്. ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ യോഗ്യമായ ബ്രാൻഡ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു റെക്കഗ്നേഷൻ, വളരെ ഗംഭീരമായിട്ടുള്ള റെക്കഗ്നേഷൻ നമ്മുടെ MDക്ക് കിട്ടേണ്ടായി. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഹെൽത്തും വെൽനെസ്സിനെ കുറിച്ചിട്ടാണ്. ഞാൻ ഒരു വെൽനെസ് കോച്ചാണ്, ഹെൽത്ത് കോച്ചാണ്. കാരണം ഹെൽത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത, എപ്പോഴും നമ്മൾ വളരെ കെയർഫുള്ളി ആയിട്ട് നിൽക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. വെൽനെസ് എന്ന് പറഞ്ഞാൽ സൗഖ്യമാണ്. ആരോഗ്യവും സൗഖ്യവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ഒരു മനുഷ്യന്റെ സന്തോഷത്തിന്റെ പുറകിലുള്ള രഹസ്യങ്ങളിൽ 2 കാര്യങ്ങളാണ് ഹെൽത്തും വെൽനെസ്സും. അപ്പോ ഹെൽത്ത് എന്ന് പറയുന്ന ആരോഗ്യം, വെൽനെസ് എന്ന് പറയുന്നത് ഒരുപാട് സൗഖ്യങ്ങളുടെ കൂട്ടായ്മ. ആ സൗഖ്യങ്ങളിൽ കുറെ ഘടകങ്ങളുണ്ട്. ഒരുപാട് ഘടകങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് സൗഖ്യം ഉണ്ടാകുന്നത്. ഇത് രണ്ടും കൂടിച്ചേരുമ്പോഴാണ് ഒരു വ്യക്തി സന്തോഷത്തോടു കൂടി സുഖകരമായിട്ട് ഇവിടെ ജീവിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നത്. അപ്പൊ ആരോഗ്യം വേണം, മറ്റുള്ള എല്ലാ വെൽനെസ്സുകളും നമുക്ക് വളരെ അത്യാവശ്യമാണ് എന്നർത്ഥം. വെൽനെസ്സിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: ഇഫ് യു ഡോണ്ട് മേക്ക് ടൈം ഫോർ യുവർ വെൽനെസ്, യു വിൽ ബി ഫോഴ്സ്ഡ് ടു മേക്ക് ടൈം ഫോർ യുവർ ഇൽനെസ്. അതായത് നമ്മൾ വെൽനെസ് എന്ന് പറയുന്ന ഒരു ആശയത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിൽ, അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അതിന് നമ്മൾ ടൈം കൊടുത്തിട്ടില്ലെങ്കിൽ ഇൽനെസ് നമ്മളെ ബാധിക്കും. ഇൽനെസ് എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ നമ്മളെ ബാധിക്കും. ആശുപത്രി, മരുന്ന്, ചികിത്സ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് ഫോഴ്സ്ഫുള്ളി നമ്മളിൽ അതിലേക്ക് പോകും. അപ്പൊ വെൽനെസ് എന്ന് പറയുന്നത് ആരോഗ്യം ഉള്ള സമയത്ത് ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി, അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയാണ്, ഒരു ജീവിതചര്യയാണ്, ഒരു ലൈഫ് സ്റ്റൈലാണ് ഈ വെൽനെസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ കമ്പനി, ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി വെൽനെസ്സിന്റെ ഭാഗമാണ്.
ഇൽനെസ്സിന്റെ ഭാഗമല്ല. ഇൽനെസ് എന്ന് പറഞ്ഞാൽ രോഗം വന്നതിന് ശേഷം ഉള്ള എല്ലാ കാര്യങ്ങളെയും ഇൽനെസ് എന്ന് പറയാം. ഡോക്ടർ, മരുന്ന്, ആശുപത്രി, ചികിത്സ അതെല്ലാം ഇൽനെസ് ആണ്, സിക്നെസ് ഇൻഡസ്ട്രിയാണ്. എന്നാൽ വെൽനെസ് എന്ന് പറയുന്നത് സൗഖ്യമാണ്, സുഖമാണ്. അപ്പൊ സുഖകരമായ അവസ്ഥയ്ക്ക് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അതിന് ആ ഒരു അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു പ്രോഡക്റ്റ് എത്രത്തോളം ഗുണകരമാണ് എന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ജോഷ് ബില്ലിങ്സ് എന്ന് പറയുന്ന, ഹെൻറി വീലർ ഷോ എന്ന് പറയുന്ന 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരു കൊമേഡിയനും അതുപോലെ തന്നെ നല്ലൊരു പ്രാസംഗികനുമായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ ഇങ്ങനെയാണ്: ഹെൽത്ത് ഈസ് ലൈക്ക് മണി, വി നെവർ ഹാവ് എ ട്രൂ ഐഡിയ ഓഫ് ഇറ്റ്സ് വാല്യൂ അണ്ടിൽ വി ലൂസ് ഇറ്റ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യം എന്ന് പറയുന്നത് പണം പോലെയാണ്. പണം നമുക്കറിയില്ല, നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അതിന്റെ ഒരു വേദന നമ്മൾ അറിയണം. അയ്യോ, എനിക്കത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. പണം നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ മൂല്യം നമ്മൾ സത്യത്തിൽ തിരിച്ചറിയുന്നത്. അതുപോലെയാണ് ആരോഗ്യം. നഷ്ടപ്പെടുന്നത് വരെ നമുക്ക് അറിയാനേ കഴിയില്ല, നമ്മൾ ചിന്തിക്കാറേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു സമയത്ത് അപ്പൊ ചിന്തിക്കാൻ തുടങ്ങും, ഓ എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ തുടങ്ങും. കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ ലൈഫിൽ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇഷ്ടംപോലെ പണമുണ്ട്, ഭൗതിക സമ്പത്തുകൾക്ക് അവർക്ക് മൂടാൻ മാത്രമുണ്ട്. നല്ല വീട്, കാറ്, മറ്റ് സാഹചര്യങ്ങൾ, വരുമാനം എല്ലാം ഉണ്ട്. പക്ഷെ അവർക്ക് ആരോഗ്യമില്ല. അങ്ങനെ ആരോഗ്യമില്ലാത്തൊരവസ്ഥയിൽ അവർ കിടക്കുമ്പോൾ ആ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നുണ്ടായിരിക്കുക, സ്വപ്നം കാണുന്നുണ്ടായിരിക്കുക ഏതായിരിക്കും? ഒരു സാധാരണ മനുഷ്യനെ പോലെ നടക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് മാത്രമായിരിക്കാം മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക. അല്ലാതെ നിലവിലുള്ള സമ്പത്ത് ഇനിയും കൂടണം എന്നുള്ളതായിരിക്കില്ല ചിന്തിക്കുക. ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ മൂല്യം, അതിന്റെ വാല്യൂ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു ബോധമാണ്, ഒരു തലമാണ്, അതൊരു ചിന്തയുടെ ഭാഗമാണ്, അത് ജീവിതത്തിന്റെ ഒരു രീതിയാണ്. അതിനെ മൊത്തത്തിൽ നമുക്ക് വെൽനെസ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ആരോഗ്യത്തെക്കുറിച്ച് WHO പറയുന്ന നിർവചനം തന്നെ ഇങ്ങനെയാണ്: ഹെൽത്തി സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മെയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫെർമിറ്റി. കേവലം ഒരു രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ആരോഗ്യം എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ് ആണ് ആരോഗ്യം എന്നുള്ളതാണ് WHO തന്നെ പറയുന്നത്. ലോക പ്രശസ്തനായിട്ടുള്ള, ഇന്നും ലോകത്തിൽ ഒരുപാട് ആളുകളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ ഒരു ഫാബുലസ് ആയിട്ടുള്ള ഒരു വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പോൾസൺ പിൽസർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ വെൽനസ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം നമ്മളൊന്ന് വാങ്ങി വായിക്കണം. വെൽനസ് റെവല്യൂഷൻ, സൗഖ്യ വിപ്ലവം എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു എക്കണോമിസ്റ്റ് ആണ്, മൾട്ടി മില്യനർ ആണ്, എന്റർപ്രണർ ആണ്. അതുപോലെ തന്നെ ദ വെൽനസ് റെവല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം ലോകത്തിൽ കോടിക്കണക്കിന് ആളുകൾ വായിച്ചിട്ടുള്ള പുസ്തകമാണ്. അതിന്റെ ഓതറാണ്. 2 US പ്രസിഡന്റുമാരുടെ എക്കണോമിക് അഡ്വൈസർ ആയിരുന്നു. ഇപ്പോഴും US അവിടുത്തെ പ്രസിഡന്റിന്റെ ഒരു സാമ്പത്തിക ഉപദേശക സമിതിയിലൊക്കെ തന്നെ ഇപ്പോഴും അംഗമായിട്ടുള്ള പോൾസൺ പിൽസർ പറയുന്ന ഒരു കാര്യമാണ്. ഇതൊരു സാധാരണപ്പെട്ട വ്യക്തിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ കേട്ടു പോകേണ്ട ഒരു കാര്യമല്ല. വെൽനസ് ബിസിനസ് ഈസ് ദ നെക്സ്റ്റ് $1 ട്രില്യൺ ഇൻഡസ്ട്രി എന്നാണ് അദ്ദേഹം പറയുന്നത്. വെൽനസ് ആയിരിക്കും ഈ ലോകത്തെ നയിക്കാൻ പോകുന്നത്. വെൽനസ് സിദ്ധാന്തത്തിന്റെ കൂടെ ആയിരിക്കും ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം ആളുകൾക്ക് ആരോഗ്യ അവബോധം ഉണ്ടായി കഴിഞ്ഞാൽ അവർ വെൽനസിനെ സ്വീകരിക്കും, ഉറപ്പായിട്ട് സ്വീകരിക്കും. കാരണം ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മൊത്തം നഷ്ടങ്ങളെ കുറിച്ച് ചിന്ത വന്നു കഴിഞ്ഞാൽ ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആളുകൾ ചിന്തിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ പോലുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളുടെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. ദലൈലാമ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ലൈഫ് കറന്റ് സെനോറിയാണ്. അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. സോ മെനി പീപ്പിൾ സ്പെൻഡ് ദെയർ ഹെൽത്ത് ഗെയിനിങ് വെൽത്ത് ആൻഡ് ദെൻ ഹാവ് ടു സ്പെൻഡ് ദെയർ വെൽത്ത് ടു ഗെയിൻ ഹെൽത്ത് എന്ന് പറയും. അതായത് നമ്മൾ ആരോഗ്യം നോക്കാതെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ റോട്ടിലൊക്കെ ഇറങ്ങി നോക്കുന്ന സമയത്ത്, ടൗണിലൊക്കെ ഇറങ്ങി നോക്കുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവർക്കൊക്കെ പർപ്പസ് ഉണ്ട്, ആ ഓട്ടത്തിനെല്ലാം പർപ്പസ് ഉണ്ട്. ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറയുന്നത് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോ പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ, ഓട്ടത്തിനിടയിൽ മറന്നു പോകുന്ന ഒരു കാര്യമാണ് സ്വന്തം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. അവിടെ അത് ചിന്തിക്കാറേയില്ല. അങ്ങനെ ആരോഗ്യം നോക്കാതെ ഓടിപ്പണം ഉണ്ടാക്കിയ ആളുകൾ പിന്നീട് ആരോഗ്യം നഷ്ടപ്പെടുന്ന സമയത്ത് ആ ആരോഗ്യം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പൈസ മുഴുവനും
തിരിച്ചു കൊടുക്കുന്നു, ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് ഉണ്ട്. ഇതെല്ലാവർക്കും ബാധകമല്ല, എന്നാൽ ഓൾമോസ്റ്റ് ഒരുപാട് ആളുകൾക്ക് ഇത് ബാധകമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആരോഗ്യം കുറച്ചൊന്ന് സംരക്ഷിക്കാൻ വേണ്ടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ആരോഗ്യത്തെക്കുറിച്ചൊരു ബോധം നമുക്കുണ്ടാകണം. അങ്ങനെ നമ്മുടെ സമ്പത്ത്, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഹാർഡ് ഏർഡ് മണി അങ്ങനെ വെറുതെ കൊടുക്കാനുള്ളതല്ല, മരുന്നുകൾക്ക് അടിമപ്പെട്ട് ജീവിക്കാനുള്ളതല്ല എന്നുകൂടി ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ ഉചിതമായിരിക്കും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയാറുണ്ട്. പ്രതിരോധമാണ് പ്രതിവിധിയേക്കാൾ പ്രധാനം എന്ന് പറയാറുണ്ട്. ഇത് എത്ര പ്രസക്തമായൊരു വാക്കാണെന്ന് നോക്കി നോക്കൂ. പ്രതിരോധമാണ് പ്രതിവിധിയേക്കാൾ പ്രധാനം. രോഗം വന്ന് ചികിത്സിക്കുന്നതല്ല ബുദ്ധി. ഇത് കുറെ ആളുകൾക്ക് അറിയാം, സംഭവമൊക്കെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്താണെങ്കിൽ പ്രിവെൻഷന് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ചെയ്യാറില്ല എല്ലാവരും അല്ല, കുറച്ചാളുകളൊക്കെ പ്രിവെൻഷന് വേണ്ടി പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. എന്നാൽ ഭൂരിപക്ഷം ആളുകൾ പ്രിവെൻഷന് വേണ്ടി ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം. അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തെങ്കിലുമൊക്കെ വരട്ടെ അപ്പ നോക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വരട്ടെ അപ്പ നോക്കാം എന്ന് പറയുന്നത് അതൊരു വിഡ്ഢിത്തരത്തിന്റെ ഒരു ആപ്തവാക്യമാണ്. വരട്ടെ അപ്പ നോക്കാം എന്ന് പറയുന്നത്. പക്ഷേ വരുന്നതിന് മുമ്പുള്ള പ്രിക്വേഷൻ, അതിനെ ഒരു മുൻകരുതൽ എടുക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന് എല്ലാ മേഖലകളും, പ്രകൃതിദത്തമായിട്ടുള്ള എല്ലാ മേഖലകളും നമ്മൾ ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. അതൊക്കെ പ്രിവെൻഷന്റെ പാർട്ടാണ്. പണ്ടൊക്കെ പറയാറുണ്ട്, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറയാറുണ്ട്. വിദ്യയാണ് ഏറ്റവും വലിയ ധനത്തേക്കാൾ പ്രധാനം എന്ന് പറയാറുണ്ട്. ഇന്ന് ആപ്തവാക്യത്തിന് മാറ്റം വന്നു, ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. ആരോഗ്യമുണ്ടെങ്കിൽ ബാക്കി എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആരോഗ്യം നഷ്ടപ്പെട്ടോ വേറൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഇത്രയും കാര്യം ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആരോഗ്യം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം നമുക്ക് വിലമതിക്കാൻ കഴിയാത്ത, വാല്യൂ നിശ്ചയിക്കാൻ കഴിയാത്ത, നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്, നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം, അത്രമാത്രം. ആ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 5 ബേസിക് നീഡ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് എന്നാണ് പറയുന്നത്. അതായത് ജീവന്റെ രഹസ്യങ്ങൾ എന്താണ്, എന്താണ് ജീവന്റെ രഹസ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രഹസ്യങ്ങൾ പഞ്ചഭൂതങ്ങളാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങൾ. ഓക്സിജൻ, വെള്ളം, ഭക്ഷണം, സൂര്യപ്രകാശം, ഭൂമിയുടെ മാഗ്നറ്റിക് എനർജി. ഇതാണ് ഒരു ജീവനെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നത്. അപ്പോ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും അതിന് ജീവനുണ്ടോ? പക്ഷെ ഓക്സിജൻ നമുക്ക് ജീവൻ തരുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ഓക്സിജന് നമുക്ക് ജീവനുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. വെള്ളം, അതിന് ജീവനുണ്ടോ ഇല്ലേ നമുക്ക് പറയാൻ കഴിയില്ല, പക്ഷെ വെള്ളം നമുക്ക് ജീവൻ തരുന്നുണ്ട്. ഭക്ഷണം, അതിന് ജീവനുണ്ടോ ഇല്ലേ നമുക്കറിയില്ല, പക്ഷെ ഭക്ഷണം നമുക്ക് ജീവൻ തരുന്നുണ്ട്. സൂര്യപ്രകാശം, അതിന് ജീവനുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല, പക്ഷെ സൂര്യപ്രകാശം നമുക്ക് ജീവൻ തരുന്നുണ്ട്. ഭൂമി അതിന് ജീവനുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല. ഭൂമി നമുക്ക് ജീവനെ നിലനിർത്താൻ ആസ്പദമാക്കിയിട്ടില്ല. വളരെ ഒരു വലിയ എനർജി നമുക്ക് തരുന്നുണ്ട്. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. ഭൂമിയുടെ വൈദ്യുത കാന്തിക സ്വഭാവം, വൈദ്യുത കാന്തിക എനർജി, അത് നമ്മളെ സ്വാധീനിക്കുന്നു. എല്ലാ ജീവികളെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോ ഭൂമിയുടെ മാഗ്നറ്റിക് എനർജി നമ്മൾ സ്വാധീനിക്കുന്നുണ്ടോ ഇല്ല എന്നൊക്കെ പല സംശയങ്ങൾ പല ആളുകൾക്ക് ഉണ്ടായിരിക്കും. ഓക്സിജൻ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ? അതിനുണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ ഭൂമിയും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഭൂമിയുടെ മാഗ്നറ്റിക് എനർജിയെ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. വേറൊന്നും അതിന്റെ അപ്പുറം പറയാനില്ല. ഇതിനെയാണ്, ആ സയൻസിനെയാണ് ബയോമാഗ്നറ്റിസം എന്ന് പറയുന്നത്. ബയോമാഗ്നറ്റിസം എന്നാണ് അതിന് പറയുന്നത്. ആ ഭൂമിയുടെ ജൈവകാന്തികമായിട്ടുള്ള ഒരു പ്രതിഭാസം, അതിന്റെ ഒരു ശക്തി, അത് നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. അതില് ഈ പറയുന്ന 5 ഘടകങ്ങൾ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 5 ഘടകങ്ങളിൽ ഏത് കുറഞ്ഞാലും നമ്മുടെ ശരീരത്തിന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും, ഡിസ്റ്റർബ് ആക്കും എന്നുള്ളതാണ്. ആരോഗ്യത്തെ അത് താളം തെറ്റിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണം. ഇതുകൊണ്ടാണ് പഴമക്കാർ, ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര കാലങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ പഞ്ചഭൂതാത്മകമാണെന്ന് പറഞ്ഞത്, പഞ്ചഭൂത നിർമ്മിതമാണെന്ന് പറഞ്ഞത്. ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ഈ 5 ഘടകങ്ങളാണ്. അതിലെ മുകളിലുള്ള 4 നമുക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ചെറിയ ചെറിയ കുറവൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കിട്ടുന്നുണ്ട്. ഭൂമിയുടെ മാഗ്നറ്റിക് എനർജിയും കിട്ടുന്നുണ്ട്. പക്ഷെ അതിൽ കുറെ കുറവുകൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വന്നു എന്നുള്ളതാണ്. ഇവിടെ മനുഷ്യൻ ഒഴികെയുള്ള ഒരു ജന്തു ജീവജാലങ്ങളും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല. നമുക്ക് കാണാൻ പറ്റും, ഏതെങ്കിലും ഒരു പക്ഷി ഷൂട്ട് പറക്കുന്നത് നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഏതെങ്കിലും ഒരു ജീവി അതിന്റെ കാലിൽ ഒരു ചെരുപ്പ് പോലെയോ ഷൂ പോലെയോ ഒരു സാധനം ഇട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അവയെല്ലാം മണ്ണുമായിട്ട് സമ്പർക്കമുള്ളവയും
ഭൂമിയുടെ ആ നൈസർഗികമായിട്ടുള്ള ആ ഒരു 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 പവറിനെ അവര് എടുക്കുകയും ചെയ്യുന്ന തരത്തിലാണ് അവരുടെ ജീവിത രീതികളെല്ലാം. അതുകൊണ്ട് തന്നെ മനുഷ്യനൊഴികെയുള്ള മറ്റെല്ലാ ജന്തു ജീവജാലങ്ങൾക്കും പ്രകൃതി കൊടുത്തിട്ടുള്ള ആയുസ് എത്രയാണോ അതേ ആയുസ്സിൽ അവറ്റോൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ആകെ വ്യത്യാസം മനുഷ്യന്റെ കൂടെ ജീവിക്കുന്ന, മനുഷ്യനെ വളർത്തുന്ന ജീവികൾക്ക് മാത്രമാണ് ആയുസ് കുറഞ്ഞിട്ടുള്ളൂ. ബാക്കി പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന ജീവജാലങ്ങളുടെ എല്ലാത്തിന്റെ ആയുസ് പ്രകൃതി എത്രയാണോ കൊടുത്തിട്ടുള്ളത് ആ ആയുസ്സിലാണ്. 2 ലക്ഷം മുമ്പേ അതേ ആയുസാണ്, ഇപ്പോഴും അതേ ആയുസാണ്. പക്ഷെ മനുഷ്യന് പ്രകൃതി കൊടുത്ത ആയുസ് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് 120 ആണ്. ചില പുരാണങ്ങളിലൊക്കെ 150 200 ഒക്കെ കടന്ന ആളുകളെ കുറിച്ചിട്ടൊക്കെ പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രകൃതി മനുഷ്യന് കൊടുത്തുള്ള ആയുസ് 120ആണ്. ആ 120 മനുഷ്യൻ ഇന്ന് എത്തുന്നില്ല, 100 പോലും കിടക്കാൻ പറ്റുന്നില്ല. ഒരു 60-70 ഒക്കെ ആകുമ്പോഴേക്ക് രോഗാവസ്ഥയിലേക്ക് പോകുന്നു. എത്രയോ ആളുകൾ 50ന്റെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എത്രയോ ആളുകൾ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണ് പ്രൊഫസർ വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പാദരക്ഷകൾ ലോകത്തിലെ ഏറ്റവും അപകടകരമായ കണ്ടുപിടുത്തം എന്ന് ലോകത്തിനോട് പറയാൻ അദ്ദേഹം കാണിച്ച ഒരു 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 ധൈര്യമുണ്ട്. അതൊരു ധൈര്യമാണ്. അങ്ങനെ പറയാൻ പല ആളുകൾക്ക് ധൈര്യം ഉണ്ടായിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിലേക്ക് ഭൂമിയിൽ നിന്ന് നേരിട്ട് കിട്ടേണ്ട ഇലക്ട്രോൺ ട്രാൻസ്ഫർ, ഇലക്ട്രോണുകളുടെ ആഗിരണം അവിടെ നഷ്ടപ്പെടുന്നു ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ, ഷൂ ഉപയോഗിക്കുന്ന സമയത്ത്. മാത്രമല്ല ശരീരത്തിലുള്ള, അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ശരീരത്തിലുള്ള ബയോ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറയുന്ന സംവിധാനത്തിന് എർത്തിങ് ആവശ്യമാണ്. ആ എർത്തിങ് കിട്ടാതെ വരുമ്പോൾ അത് ഡിസ്റ്റർബ് ആകുന്നു. നമ്മുടെ രക്തപര്യായ വ്യവസ്ഥയെയും ഓക്സിജൻ ലെവലിനെയും അതൊക്കെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഞാൻ പറഞ്ഞു തരാം. ഈ മണ്ണിൽ ചവിട്ടി പണിയെടുക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഹെൽത്തി ആയിരിക്കും എപ്പോഴും. അവർക്ക് കുടവയറില്ല, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ക്യാൻസർ ഇതുപോലുള്ള മാരക രോഗങ്ങളൊന്നും അവർക്കില്ല, ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ അവർക്കില്ല. അവർ 80-90 വയസ്സ് വരെ അധ്വാനിച്ച്, മണ്ണുമായി ബന്ധപ്പെട്ട് അധ്വാനിച്ച് അവർ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരുന്നു. അവർക്ക് ആയുസ് കൂടുതലായിരുന്നു, അവരുടെ മരണം വളരെ സുഖമരണമായിരുന്നു. ഇന്ന് ആയുസ് കുറവാണ്. പല ആളുകളും മരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ 2 ലക്ഷം രൂപയൊക്കെ ചെലവാക്കേണ്ട അവസ്ഥ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ സത്യം ഇതൊക്കെ തന്നെയാണ് എന്ന് എല്ലാവരും വൈകാതെ മനസ്സിലാകാത്ത ആളുകൾക്ക് പോലും മനസ്സിലാകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെങ്കിൽ, മണ്ണുമായിട്ടുള്ള ബന്ധം നമുക്ക് ഇല്ലാതായതോടുകൂടി, നേരിട്ടുള്ള സമ്പർക്കം ഇല്ലാതായതോട് കൂടിയിട്ട് കാൽപാദത്തിലുള്ള ഒരുപാട് അക്യുപ്രഷർ പോയിന്റുകൾ അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മണ്ണുമായി സമ്പർക്കം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിപ്പോ നമുക്ക് നേരിട്ട് കിട്ടുന്നില്ല. നമ്മളൊക്കെ ചെരുപ്പും ഷൂ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു കുറവ്, ആ നേരിട്ടുള്ള ഭൂമിയിൽ നിന്ന് കിട്ടുന്ന മാഗ്നറ്റിക് എനർജിയുടെ കുറവ് നമ്മുടെ ശരീരത്തിലുണ്ട്. അത് നമുക്ക് ഒരുപാട് താളം തെറ്റുകൾക്ക് കാരണമാക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെയാണ് മാഗ്നറ്റിക് തെറാപ്പിയുടെ പ്രസക്തി വരുന്നത്. മാഗ്നറ്റിക് തെറാപ്പി 2 തരത്തിലുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് തെറാപ്പി ഉണ്ട്, ബയോ മാഗ്നറ്റിക് തെറാപ്പി ഉണ്ട്. ബയോ മാഗ്നറ്റിക് തെറാപ്പി എന്നുണ്ടെങ്കിൽ വളരെ വളരെ സേഫ് ആണ്. ഇത് ജൈവകാന്ത ചികിത്സയാണ്. ജൈവകാന്തങ്ങൾ എന്ന് പറയുന്ന ഭൂമിയിൽ നിന്ന് തന്നെ കുഴിച്ചെടുക്കുന്ന മാഗ്നറ്റുകൾ ഉപയോഗപ്പെടുത്തി, സിന്തറ്റിക് മാഗ്നറ്റ് അല്ല, മനസ്സിലാക്കണം, കാന്തവൽക്കരിക്കപ്പെട്ട കാന്തങ്ങളല്ല, നാച്ചുറൽ മാഗ്നറ്റുകളെ ഉപയോഗപ്പെടുത്തി ഡിവൈസുകളിലൂടെ നമ്മുടെ ശരീരത്തിന് മാഗ്നറ്റിക് പവർ കൊടുത്ത് അതിലൂടെ ശരീരത്തിന് ഹീലിംഗ് കൊടുക്കുക എന്നുള്ളതാണ് ബയോ മാഗ്നറ്റിക് തെറാപ്പിയുടെ അടിസ്ഥാനം. ഇന്ന് നമ്മുടെ മിനിസ്ട്രി ഓഫ് ആയുഷ് പ്രകൃതി ചികിത്സയുടെ ഭാഗമായിട്ട് മാഗ്നറ്റിക് തെറാപ്പി ഇന്ത്യയിൽ അനുവദിച്ചിട്ടുണ്ട്. നോൺ ഇൻവാസീവ് ആണ്, ആൾട്ടർനേറ്റീവ് ഹീലിംഗ് സപ്പോർട്ടിംഗ് തെറാപ്പിയാണ്. ഒരു പാർശ്വഫലങ്ങളും ഇന്ന് വരെ ഇതിന് കണ്ടുപിടിക്കപ്പെട്ടില്ല. അതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡീസും റിസർച്ചും ടെസ്റ്റുകളും ഒക്കെ തന്നെ ഒരുപാട് റിസർച്ച് റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ഇന്ന് നെറ്റിലൂടെ അവൈലബിൾ ആണ്. വലിയ യൂണിവേഴ്സിറ്റികളിൽ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ അവൈലബിൾ ആണ്. മാഗ്നറ്റിക് തെറാപ്പി എങ്ങനെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെയാണ് ഇത് ഹീലിംഗ് കൊടുക്കുന്നത്, എല്ലാം തന്നെ സവിസ്തരം റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ പുസ്തകങ്ങൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് ഡോക്ടർ അലീഷ മൂപ്പൻ, ആംസ്റ്റർ മെഡിസിറ്റിയുടെ ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുള്ള ഡോക്ടർ അലീഷ മൂപ്പൻ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഹ്യൂമൻ ബോഡിയിൽ എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവര് ആർട്ടിക്കിളിലൂടെ പങ്കുവെക്കുന്നു. WHO പറയുന്ന ഒരു കാര്യമുണ്ട്, 99% നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡിസ്ഫങ്ഷനുകളുടെ, ഡിസോർഡറുകളുടെ മൂലകാരണം എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷനിലുള്ള കുറവോ ഓക്സിജന്റെ കുറവ് കൊണ്ടോ സംഭവിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ 3 തരത്തിലാണ് ശരീരത്തിലേക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ജെനറ്റിക് ആയിട്ടുള്ള ഡിസോർഡറുകളുണ്ട്, ഹെറിഡേറ്ററി ഡിസീസ് എന്നാണ് അതിനെ പറയുന്നത്, ജനിതക രോഗങ്ങൾ എന്ന് പറയും.
പാരമ്പര്യമായിട്ട് കിട്ടുന്ന രോഗങ്ങൾ. അങ്ങനെ പിന്നെ മുൻ തലമുറയിൽ നിന്നൊക്കെ കിട്ടുന്നത് നമ്മളൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പാരമ്പര്യമായി സ്വത്ത് കിട്ടി, മുതല് കിട്ടി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ പാരമ്പര്യമായി സമ്പത്തൊക്കെ കിട്ടുന്നത് പോലെ പാരമ്പര്യമായി രോഗങ്ങൾ കിട്ടുന്നതിനെ ഈ ജനറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത്. അത് ചെറിയൊരു വിഭാഗം ആളുകളിൽ അത് ഇപ്പോഴും ഉണ്ട്, അത് എല്ലാ കാലത്തും ഉണ്ടാകും. ബൈ ത്രൂ DNA യിലൂടെയാണ് സംഭവിക്കുന്നത്. രണ്ടാമത്തെ ഒരു വിഭാഗം രോഗാവസ്ഥകളുണ്ട്, ശരീരത്തിനെ അറ്റാക്ക് ചെയ്യുന്ന രോഗാവസ്ഥകളുണ്ട്. ഇതിനാണ് കണ്ടേജിയസ് ഡിസീസ് എന്ന് പറയുന്നത്. കണ്ടേജിയസ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ സാംക്രമിക രോഗങ്ങൾ അഥവാ പകർച്ചവ്യാധികൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരാളിൽ നിന്നും ഒരാളിലേക്ക് പകരുക, അങ്ങനെയുള്ളതുണ്ട്. ഇപ്പൊ ഈ വൈറൽ അറ്റാക്കുകളൊക്കെ അങ്ങനെയാണ്. വൈറസ് കൊണ്ടുണ്ടാകുന്ന അറ്റാക്കുകൾ ഉണ്ടല്ലോ, പകർച്ചപ്പനികള്, അതുപോലെ പിന്നെ ജലദോഷം പോലുള്ള പ്രശ്നങ്ങള്, കൊറോണ പോലുള്ള പിന്നെ അതുപോലെ നിപ്പ പോലുള്ള, ഇതൊക്കെ വൈറൽ അറ്റാക്കുകളാണ്, വൈറസ് പകർത്തുന്നതാണ്. അത് ഒരാളിൽ നിന്ന് ഒരാൾക്ക് പകരും. നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് അത് പകരും. ഇപ്പോഴും നമുക്ക് വൈറൽ അറ്റാക്ക് ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അനുനിമിഷം വൈറസുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രതിരോധ സംവിധാനം വളരെ കാര്യക്ഷമമായതുകൊണ്ടാണ് അവയ്ക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയാത്തത്. അപ്പൊ പ്രതിരോധ ശേഷി ഉണ്ടാക്കി എപ്പോഴും പ്രതിരോധ ശേഷി നിൽക്കുക എന്ന് പറയുന്നതാണ് ഇതുപോലുള്ള ഈ പിന്നെ വൈറൽ അറ്റാക്കുകളൊക്കെ വരാതിരിക്കാനുള്ള സൂക്ഷ്മജീവാണുക്കളുടെ അറ്റാക്കിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം എപ്പോഴും പവറായിട്ട് നിലനിൽക്കണം എന്നുള്ളതാണ്. അപ്പോ മൂന്നാമത്തെ തരം വിഭാഗം രോഗങ്ങളാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ഈ ഒരു വേർഡ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നുണ്ടെങ്കിൽ ജീവിതശൈലീ രോഗങ്ങൾ എന്ന് പറയും. ജീവിതശൈലീ രോഗം നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ട് നമ്മളായി വരുത്തി വെക്കുന്ന രോഗാവസ്ഥകൾ. ഇത് മിക്കതും ഡിസോർഡറുകളാണ്. ഡിസീസുകളിലേക്ക് പിന്നെയാണ് പോകുന്നത്. മിക്കതും ഡിസോർഡറുകളാണ്. ഈ ഡിസോർഡറുകളുടെ കാരണം എന്താണെന്ന് സയൻസ് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് 99% നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയാണ്, ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. അതിനെ ഷോർട്ടിൽ CS എന്നാണ് പറയുന്നത്, സർക്കുലേറ്ററി സിസ്റ്റം അഥവാ രക്തത്തിന്റെ പര്യയന വ്യവസ്ഥ. അപ്പോ അതിൽ വരുന്ന ഡിസോർഡർ, അതിൽ വരുന്ന ഡിസ്റ്റർബൻസ് നമ്മുടെ ശരീരത്തിലെ ജീവകോശങ്ങൾ നിലനിൽക്കാൻ ആസ്പദമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഡിസോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ബ്ലഡിനകത്താണ്. ഒരു ജീവകോശം നിലനിൽക്കാൻ ആസ്പദമായിട്ടുള്ള ഓക്സിജൻ, വെള്ളം, ന്യൂട്രീഷൻ, ട്രേസ് എലമെന്റ്സുകൾ, ഹോർമോൺസുകൾ, ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ ഘടകങ്ങളും അലിഞ്ഞിട്ടുള്ളത്, ഡിസോൾവ് ചെയ്യപ്പെട്ടുള്ളത് ബ്ലഡിനകത്താണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് ഓക്സിജൻ നമ്മുടെ ലങ്സിൽ നിന്ന് ഓക്സിജൻ കൊടുക്കുന്ന ബ്ലഡ് ഹാർട്ടിലെത്തി അവിടെ നിന്ന് പമ്പ് ചെയ്ത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആർട്ടറികളിലൂടെ സഞ്ചരിച്ച് പിന്നെ അത് കാപ്പിലറീസിലൂടെ പോയി അത് കലകളിലേക്ക് കൊടുത്ത് ഓക്സിജൻ അവിടെ നിന്ന് കൊടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെയും മറ്റു വിഷപദാർത്ഥങ്ങളെയും ഒക്കെ തിരിച്ചെടുത്ത് വേറെ രക്തക്കുഴലിലൂടെ വെയിനുകളിലൂടെ അത് തിരിച്ചു കയറി ഹാർട്ടിൽ വന്ന് വീണ്ടും അത് ലങ്സിലേക്ക് പോയി ലങ്സിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചെടുത്ത് അത് നിശ്വാസത്തിലൂടെ പുറത്തേക്ക് വിട്ട് ശ്വസിക്കുന്ന ഓക്സിജൻ എടുത്ത് ബ്ലഡിലേക്ക് ഓക്സിജനെ കൊടുത്ത് ലങ്സ് വീണ്ടും അവിടെ ഇങ്ങനെ ഒരു ചേഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സെല്ലുകളിലും ഈ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ 24 മണിക്കൂറും വളരെ വിജിലന്റ് ആയിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് സർക്കുലേറ്ററി സിസ്റ്റം അഥവാ രക്തത്തിന്റെ പര്യന വ്യവസ്ഥ. അപ്പൊ ഓക്സിജൻ അതിനകത്തുണ്ട്, വെള്ളം അതിനകത്തുണ്ട്, ന്യൂട്രീഷൻ അതിനകത്തുണ്ട്, എല്ലാ ഘടകങ്ങളും അതിനകത്തുണ്ട്. ഈ സപ്ലൈ മുടങ്ങിയാൽ എന്ത് സംഭവിക്കും? സെല്ലുകളിലേക്ക്, ജീവകോശങ്ങളിലേക്ക് എത്തേണ്ട എലമെന്റ്സുകൾ എത്താതിരിക്കുകയും സെല്ലുകൾ ഇനാക്റ്റീവ് ആവുകയോ അതല്ലെങ്കിൽ സെല്ലുകൾ അകാല മൃത്യുവിലേക്ക് പോവുകയോ പ്രിമേച്ചർ ഡെത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ സെല്ലുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഘടനാപരമായ വ്യതിയാനങ്ങൾ സംഭവിക്കുകയോ ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സെല്ലുകൾ അതിന്റെ ധർമ്മം ചെയ്യാതെ വരും, സ്വാഭാവികമായിട്ടും അവയവങ്ങൾ ധർമ്മം ചെയ്യാതെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സിസ്റ്റങ്ങൾക്ക് ഡാമേജ് സംഭവിക്കും, കൊളാപ്സ് ആകും. സിസ്റ്റങ്ങൾ കൊളാപ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസീസിലേക്ക് പോകും. അപ്പോൾ ഡിസോർഡർ, ഡിസ്ഫങ്ഷൻ, ഡിസീസ് ഈക്വൽ ടു പിന്നെ ഡെത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ സർക്കുലേറ്ററി സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ ബ്ലഡിന്റെ കട്ടി കുറഞ്ഞ് ബ്ലഡ് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് സർക്കുലേഷൻ വളരെ പ്രോപ്പർ ആകുന്നത്. അപ്പോൾ രക്തത്തിന് കട്ടി കൂടാൻ പാടില്ല, സാന്ദ്രത കൂടാൻ പാടില്ല, വിസ്കോസിറ്റി കൂടാൻ പാടില്ല, ബ്ലഡിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാനുള്ള
നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ സൂക്ഷ്മമായിട്ടുള്ള, നമുക്ക് കാണാൻ പോലും കഴിയാത്ത അത്ര ചെറിയ രക്തക്കുഴലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. കണ്ണുകളിലൂടെയും ബ്രെയിനുകളിലും എല്ലാ സ്ഥലത്തിലും വളരെ സൂക്ഷ്മമായ രക്തക്കുഴലുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൂടെയൊക്കെ ഈ ജീവരക്തത്തിന് സഞ്ചരിക്കേണ്ടതുണ്ട്. ഈ പ്രാണനെ വഹിച്ചിട്ടുള്ള പിന്നെ റെഡ് ബ്ലഡ് സെൽസുകൾക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് മുടക്കം വരാൻ പാടില്ല, ബ്ലോക്ക് വരാൻ പാടില്ല, ഡിസ്റ്റർബൻസ് വരാൻ പാടില്ല. പല കാരണങ്ങൾ കൊണ്ട് ഇത് മുടങ്ങുന്നുണ്ട്. അവിടെയാണ് ഈ പ്രശ്നം. അപ്പൊ WHO പറയുന്ന ഒരു കാര്യം തന്നെ ഇതാണ്: 99% കോസസ് ഓഫ് ഡിസീസസ് ആൻഡ് ഡിസോർഡേഴ്സ് ഓർ എനി ടൈപ്പ് ഓഫ് ഡിസ്ഫങ്ഷൻസ് ഓൺലി ഡ്യൂ ടു ലാക്ക് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് ഓക്സിജൻ ലെവൽ എന്ന് പറയും. അപ്പൊ ഇതൊന്നും നമ്മൾ പ്രോപ്പർ ആക്കി കഴിഞ്ഞാൽ ഈ ഡിസോർഡർ മാറും, ഓർഡറിലേക്ക് വരും, ഡിസ്ഫങ്ഷനുകൾ മാറും, ഫങ്ഷനിലേക്ക് വരും. സ്വാഭാവികമായിട്ടും എന്ത് മാറും? അവിടുന്ന് ഡിസീസ് അവിടുന്ന് മാറി നിൽക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഹെൽത്തി ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആണത്. ഇതിനെ എപ്രകാരമാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ സഹായിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രസക്തം. ഇവിടെ നമ്മുടെ ഡിവൈസുകളിൽ ഉപയോഗപ്പെടുത്തുന്ന മാഗ്നറ്റ് എന്ന് പറയുന്നത്, ജൈവകാന്തം എന്ന് പറയുന്നത്, നിയോഡൈമിയം എന്ന് പറയുന്ന ജൈവകാന്തമാണ്. നിയോഡൈമിയം ഇത് സിന്തറ്റിക് മാഗ്നറ്റ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം സിന്തറ്റിക് മാഗ്നറ്റ് അല്ല, ഇത് നാച്ചുറൽ മാഗ്നറ്റ് ആണ്, ബയോ മാഗ്നറ്റുകളാണ്. അതായത് പീരിയഡിക് ടേബിളിലെ 57 to 70 വരുന്ന, 57 മുതൽ 70 വരെ വരുന്ന റയർ എർത്ത് എലമെന്റ്സുകൾ ഉണ്ട്. അതിലെ 60ാമത്തെ മൂലകമാണ് ND അഥവാ നിയോഡൈമിയം അയൺ ബോറോൺ എന്ന് പറയുന്ന ഈ ഒരു മൂലകം. ഇത് മണ്ണ് പോലെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒന്നാണ്. അത് വെയിറ്റ് വളരെ കുറവാണ്. ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ജൈവകാന്തത്തിന്റെ പ്രത്യേകത വെയിറ്റ് വളരെ കുറവാണ്, ഗോസ് പവർ വളരെ കൂടുതലാണ്. അതാണ് ഒരു പ്രത്യേകത. അപ്പൊ അടുത്ത കാലത്തായി PSC എക്സാമിനേഷന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. വെയിറ്റ് കുറവുള്ള, അതുപോലെ തന്നെ ഗോസ് പവർ കൂടുതലുള്ള മാഗ്നറ്റ് ഏതാണ്? അതിന്റെ ഉത്തരം നിയോഡൈമിയം ആണ്. അപ്പോൾ ആ നിയോഡൈമിയം മാഗ്നറ്റ് ആണ് നമ്മുടെ ഡിവൈസുകൾ സെറ്റ് ചെയ്ത് വെച്ചത്. ലോകത്തിലെ 2 പർപ്പസിന് വേണ്ടി ഈ മാഗ്നറ്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് പ്രധാനമായിട്ടും. ഒന്ന് ഹെൽത്ത് പർപ്പസിന് വേണ്ടിയിട്ട്. ഇപ്പൊ ബഹിരാകാശ സഞ്ചാരികളൊക്കെ, ആസ്ട്രോണറ്റ്സ് ഒക്കെ അവർ ഉപയോഗിക്കുന്ന സ്പേസ് സൂട്ടിനകത്ത് ഉപയോഗപ്പെടുത്തുന്ന നിയോഡൈമിയം മാഗ്നറ്റ് ആണ്. റിസർച്ച് ആർട്ടിക്കിൾസിൽ നിന്നൊക്കെ നമുക്കത് കാണാൻ പറ്റും. പിന്നെ ഉള്ളത് മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. മെഡിക്കൽ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MRI സ്കാനിങ് പോലുള്ള മെഷീനറികളിലൊക്കെ, എല്ലാ MRI സ്കാനുകളിലെ പല MRI സ്കാനിങ് മെഷീനുകളിലൊക്കെ ഉപയോഗപ്പെടുത്തിയുള്ള മാഗ്നറ്റ് ഒന്ന് നിയോഡൈമിയം മാഗ്നറ്റ് ആണ്. അപ്പോ ഇത് മെഡിക്കൽ പർപ്പസിനും ഹെൽത്ത് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നു. ഒരു സൈഡ് എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ ഇത് ചെയ്യുന്നില്ല. ഇതിനാകെയുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിന്റെ ചംക്രമണ സംവിധാനത്തെ ഒന്ന് നോർമലാക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റത്തെ നോർമലാക്കാൻ ഹെൽപ്പ് ചെയ്യും. ബൈ ഡിഫോൾട്ട് നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവിനെ ക്രമപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്യും. ഈ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങൾ മതി നമുക്ക് എന്തിന് സൗഖ്യം കിട്ടാൻ, നമ്മുടെ ശരീരത്തിന് ഒരു സ്വസ്ഥത കിട്ടാൻ, സ്വാസ്ഥ്യം കിട്ടാൻ ഈ 2 കാര്യങ്ങൾ മതി. അപ്പോ ഇതിനു വേണ്ടി ഉപകരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. നൂറ്റാണ്ടുകളായിട്ട് ഈ മാഗ്നറ്റിക് തെറാപ്പി ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ജപ്പാൻ, കൊറിയ, ചൈന, അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ വളരെ പോപ്പുലർ ആണിത്. ജപ്പാൻകാരൊക്കെ ഏറ്റവും ഉപയോഗപ്പെടുത്തുന്ന ആൾട്ടർനേറ്റീവ് ഹീലിംഗ് സപ്പോർട്ടിംഗ് തെറാപ്പികളിൽ ഒന്നാണ് മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം, ലോകത്തിലെ ഏറ്റവും ആയുർദൈർഘ്യമുള്ള ജനതയെ വസിക്കുന്ന രാജ്യം കൂടിയാണ് ജപ്പാൻ എന്ന് മനസ്സിലാക്കണം. നമ്മളെ പോലെ അവരിങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴേക്കും ഇംഗ്ലീഷ് മരുന്നൊന്നും അവർ കഴിക്കില്ല. ഈ ജപ്പാൻ, ചൈന, കൊറിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ അലോപ്പതി മെഡിസിൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഉപയോഗമൊക്കെ വളരെ കുറവാണ്. നമ്മുടെ ഇന്ത്യക്കാർക്ക് പിന്നെ അതിൽ ഒരു പ്രശ്നവുമില്ല. പ്രത്യേകിച്ച് മലയാളികൾക്ക് മരുന്ന് കഴിക്കുന്നതിൽ ഒരു പേടിയില്ലാത്ത ആൾക്കാരാണ്. എത്ര വേണമെങ്കിലും മരുന്ന് കഴിക്കും. മരുന്ന് കുറവ് കഴിക്കുമ്പോഴാണ് പല ആളുകൾക്കും ഒരു ഫീലിംഗ് വരാറുള്ളത്. അപ്പോ അങ്ങനെയല്ല, ഈ മരുന്നുകളെല്ലാം, അലോപ്പതി മരുന്നുകളൊക്കെ കഴിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ അസന്നിഗ്ധ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നത്, അത് മാത്രമേ ഉള്ളൂ. അതും മനസ്സിലാക്കുന്ന സത്യമാണ്. പക്ഷെ അനാവശ്യമായി മരുന്ന് കഴിക്കുന്ന ഒരു പ്രവണത പൊതുവേ ഉണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കണം. എന്തെങ്കിലും ചെറിയ വിഷയം വരുമ്പോഴേക്ക് മരുന്ന് കഴിക്കാം, വേഗം ഡോക്ടറെ അടുത്ത് പോകാം, മരുന്ന് കഴിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ശീലം വളരെ ദോഷകരമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ലാതെ ആ ഒരു മെത്തേഡിനോട് ഉള്ള പിന്നെ എതിർപ്പല്ല പറഞ്ഞു വരുന്നത്. അനാവശ്യമായിട്ടുള്ള മരുന്ന് കഴിക്കുന്നത് അതിപ്പോ അലോപ്പതി ഡോക്ടർമാരും പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ, വെറുതെ മരുന്ന് കഴിക്കാനില്ല. ചില ആളുകളുടെ ഹോബിയാണിത്, മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത്. മരുന്ന് കഴിച്ചില്ലെങ്കിൽ അവർക്ക് സുഖം കിട്ടുന്നില്ല, അതാണ്. അപ്പോ നമ്മുടെ പ്രകൃതിദത്തമായിട്ട് ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതികൾ ഒരു മനുഷ്യൻ അവലംബിച്ചാൽ ആ മനുഷ്യന് കൂടുതൽ ആയുർദൈർഘ്യം ഉണ്ടാകുന്നു, ആരോഗ്യം ഉണ്ടാകുന്നു, ആ മനുഷ്യൻ
വളരെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കും. അത് മാത്രമാണ്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിസ്റ്റ് ബാൻഡ് ആണ്. കയ്യിൽ കെട്ടുന്ന റിസ്റ്റ് ബാൻഡ് ആണ്. ഈ റിസ്റ്റ് ബാൻഡ് ഇതിനകത്ത് ഇതാ എന്റെ കയ്യിൽ കെട്ടിയിട്ടുണ്ട്. ഇതാണ് റിസ്റ്റ് ബാൻഡ്. ഇതിനകത്ത് 33 നിയോഡൈമിയം മാഗ്നറ്റ് ഉണ്ട്. നമ്മുടെ വലത് കയ്യിൽ ഇത് കെട്ടുന്ന സമയത്ത് ഇത് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുന്നു. ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറച്ച് ബ്ലഡിന്റെ സർക്കുലേഷൻ ഒന്ന് പ്രോപ്പർ ആക്കാൻ സഹായിക്കുന്നു. ഇത് പ്രത്യക്ഷത്തിൽ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, നമ്മൾക്ക് ഇതിന്റെ അനുഭവം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ പെട്ടെന്ന് നമുക്ക് അനുഭവം ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 2 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എനർജി ലെവലിൽ വരുന്ന ഒരു മാറ്റമുണ്ട്. അത് അമേസിംഗ് ആണ്. ഒരു രക്ഷയില്ല. നമുക്കതിന്റെ പിന്നെ ടെസ്റ്റ് ചെയ്താൽ നമുക്കത് അറിയാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോറി, അറിയാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോ ഇത് കെട്ടുമ്പോൾ പ്രത്യക്ഷത്തിലുള്ള ഗുണം എനർജി ലെവലിൽ ഒരു മാറ്റം വരുന്നു. അതുപോലെ തന്നെ പെയിനുകൾ, നമ്മുടെ ശരീരത്തിലെ പെയിനുകൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. പെയിനുകളെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. BP നോർമലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമ്മുടെ ഈ റിസ്റ്റ് ബാൻഡ് പ്രിവെന്റ് ചെയ്യും. ഒന്ന്, അറ്റാക്ക് വരാനുള്ള ചാൻസിനെ കുറയ്ക്കും. അറ്റാക്ക് വരുന്നത് ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടുന്നു, ബ്ലഡ് ക്ലോട്ട് ആവുന്നു, അല്ലെങ്കിൽ ബ്ലഡ് പിന്നെ മൈക്രോ ബ്ലോക്കുകൾ വരുന്നു, ഇതുപോലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ രക്തക്കുഴലുകൾ പൊട്ടലുകൾ വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഇതെല്ലാം ബ്ലഡ് റിലേറ്റഡ് ആണ്. എല്ലാം ബ്ലഡ് റിലേറ്റഡ് ആണ്. അപ്പോ പിന്നെ ബ്ലഡിന്റെ സുഗമമായ സഞ്ചാരത്തെ നമ്മൾ അതിനെ ഗണ്ണിക്കാൻ പാടില്ല. അത് സുഗമമായി നടക്കട്ടെ, അതിന് ഉപകരിക്കുന്നു ഈ ഒരു പ്രോഡക്റ്റ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എത്രയോ ആളുകൾക്ക് സഡൻ റിസൾട്ട് കൊടുത്തൊരു പ്രോഡക്റ്റ് കൂടിയാണ്. പെട്ടെന്ന് ഈ കുഴഞ്ഞു വീണിട്ടുള്ള ആളുകൾ, അങ്ങനെ എത്ര റിസൾട്ടുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോണൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു എനർജി ലോസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ കുഴഞ്ഞു വീണ മരണങ്ങളൊക്കെ വളരെ കൂടിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ കുഴഞ്ഞു വീണ മരണങ്ങളിലൊക്കെ തന്നെ, പെട്ടെന്നുള്ള മരണങ്ങൾക്കൊക്കെ തന്നെ, അതെല്ലാം ബ്ലഡ് റിലേറ്റഡ് ആണ്. നമ്മൾ മനസ്സിലാക്കണം. അതിനൊക്കെ ഒരു പരിധി വരെ തടയിടാൻ, അതിന്റെ സങ്കീർണത കുറയ്ക്കാൻ, അതിന്റെ രൂക്ഷത കുറയ്ക്കാൻ, അല്ലെങ്കിൽ അത് വരാതിരിക്കാനൊക്കെ തന്നെ ഈ റിസ്റ്റ് ബാൻഡ് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരീരത്തിലെ വേദനകൾ, പെയിനുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കുറയ്ക്കാൻ സഹായിക്കുന്നു. BP കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ റിസ്റ്റ് ബാൻഡിനുണ്ട്. നെക്സ്റ്റ് നമ്മുടേത് വാട്ടർ എനർജി പാഡ് എന്ന് പറയുന്ന ഒരു പാഡാണ്. വാട്ടർ എനർജി പാഡ് എന്നുണ്ടെങ്കിൽ വാട്ടർ ബോട്ടിലിന്റെ മുകളിൽ ചുറ്റുന്ന ഒരു എനർജി പാഡാണ്. മാഗ്നറ്റിന്റെ ഒരു എനർജി പാഡാണ്. ഇത് തന്മാത്ര ലെവലിൽ നമ്മുടെ ഒരു മൈക്രോ ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, വെള്ളത്തിന്റെ അവസ്ഥയെ കൊണ്ടുവരുന്നു. തന്മാത്രകളുടെ കൂട്ടങ്ങളെ ഒന്ന് സൈസ് ചെറുതാക്കുന്നു. അങ്ങനെ വരുമ്പോൾ വെള്ളത്തിന്റെ ഡെൻസിറ്റി കുറയുന്നു. ആ ഡെൻസിറ്റി കുറഞ്ഞ വെള്ളം നമ്മൾ കുടിക്കുന്ന സമയത്ത് ശരീരം വളരെ പെട്ടെന്ന് തന്നെ ആഗിരണം ചെയ്യുകയും ക്യുക്കായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കുകയും ചെയ്യുന്നു. നമ്മുടെ ബോഡിയെ, ശരീരത്തിനെ പെട്ടെന്ന് തന്നെ ഹൈഡ്രേറ്റഡ് ആക്കി മാറ്റുന്നു. ജലാംശം നിറഞ്ഞ ശരീരമാക്കിയിട്ട് മാറ്റുന്നു. നമ്മുടെ ശരീരം നമുക്കറിയാം 70% വെള്ളമാണ്. 70%, 68%, 70ന്റെ അടുത്ത് ജലാംശം നമ്മുടെ ശരീരത്തിലുണ്ട്. എപ്പോഴൊക്കെ വെള്ളം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോകുന്നോ അതിനെ നമ്മൾ നിർജ്ജലീകരണം എന്ന് പറയും, ഡീഹൈഡ്രേഷൻ എന്ന് പറയും. ഡീഹൈഡ്രേറ്റഡ് ബോഡിയിൽ ഫങ്ഷനുകളെല്ലാം താളം തെറ്റും. അവിടെയാണ് പ്രശ്നം. ഡീഹൈഡ്രേറ്റഡ് ബോഡിയിൽ, അല്ലെങ്കിൽ നിർജ്ജലീകരിക്കപ്പെട്ട ശരീരത്തിൽ ഫങ്ഷനുകൾ താളം തെറ്റാൻ തുടങ്ങും. ഡിസോർഡറിലേക്ക് വേഗം പോകാൻ തുടങ്ങും. ശരീരത്തിനാണെങ്കിൽ വെള്ളം പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഫാനിന്റെ ചുവട്ടിലിരിക്കുന്നു, ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുന്നുണ്ട്. ഇവാപ്പറേഷൻ, ബാഷ്പീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂറിനിലൂടെ, വിയർപ്പിലൂടെ ഒക്കെ ഇങ്ങനെ ജലാംശം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആനുപാതികമായി നമ്മുടെ ശരീരത്തിന്റെ ആ ജലത്തിന്റെ അളവിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് കഴിയണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഫംഗ്ഷനുകൾ, പ്രത്യേകിച്ച് മെറ്റാബോളിസം, കാറ്റബോളിസം, അനാബോളിസം പോലുള്ള ഉപാപചയ പ്രവർത്തനങ്ങൾ, ദഹന പ്രവർത്തനങ്ങൾ, ബ്ലഡിന്റെ വിസ്കോസിറ്റി, ശരീരത്തിലുണ്ടാകുന്ന ബയോകെമിക്കൽ ആക്ടിവിറ്റീസിന്റെ ഫലമായി ഉണ്ടാകുന്ന രാസമാലിന്യങ്ങൾ, ഈ ജൈവരാസ മാലിന്യങ്ങളൊക്കെ യൂറിനിലൂടെ, മോഷനിലൂടെ, വിയർപ്പിലൂടെ പുറന്തള്ളിപ്പിക്കപ്പെടുന്ന സംവിധാനം കാര്യക്ഷമമായി നമ്മുടെ ശരീരത്തിൽ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്ന് ഒന്ന് മാറിയിട്ട് ശരീരത്തിന് ആവശ്യമുള്ള വെള്ളത്തിന്റെ തുലനാവസ്ഥയിൽ നിലനിർത്തുക എന്നുള്ള ബോധത്തിലേക്ക് വരുമ്പോഴാണ് ഒരു വ്യക്തി ആരോഗ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ചില ആളുകൾക്ക് 3 ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കുള്ളൂ. ഞാൻ ചോദിക്കാറുണ്ട്, ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് എത്ര വെള്ളം കുടിക്കാറുണ്ട് എന്നുള്ളത്.
അപ്പോ പലരും വളരെ സന്തോഷത്തോടു കൂടി നുണ പറയും. ചില ആളുകളൊക്കെ സത്യം പറയാറുണ്ട്. എന്നോട് പറയാറുണ്ട് 5 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കാറുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. 5 ലിറ്റർ വെള്ളം അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കുടിക്കാനും പാടുള്ളൂ. കൂടുതലൊന്നും വെള്ളം കുടിക്കാൻ പാടില്ല. പല ആളുകളും 3 ഗ്ലാസ് 4 ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കാറുണ്ട്. അത് വളരെ ഡേഞ്ചറാണ്. അപ്പൊ നമ്മള് ഭാരത്തിനനുസരിച്ച് ഒരു 20 കിലോയ്ക്ക് 1 ലിറ്റർ എന്നുള്ള കണക്കിൽ നമ്മൾ വെള്ളം കുടിക്കണം. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് നിലനിൽക്കുന്നത്. വെള്ളത്തിന് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. നമ്മളെ ഈ ബോഡി ടെമ്പറേച്ചർ 37.3 ഡിഗ്രി സെൽഷ്യസിൽ നിലനിൽക്കണമെങ്കിൽ വെള്ളം വേണം. നമ്മുടെ ബ്ലഡിന്റെ pH 7.35 pH നിലനിൽക്കണമെങ്കിൽ വെള്ളം വേണം. അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന ഒട്ടനവധി ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഈ മെറ്റബോളിക് പിന്നെ വേസ്റ്റുകൾ ഉണ്ട്. അതായത് പിന്നെ ഒരുപാട് മെറ്റാബോളിക് വേസ്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബയോ കെമിക്കൽ ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന രാസമാലിന്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രോട്ടീൻ ഡീപ് കമ്പോസ്ഡ് ഇമ്പ്യൂരിറ്റീസ് ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മെറ്റാലിക് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, അയോണിക് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ഇങ്ങനെ യൂറിക് ആസിഡ്, അമോണിയ, അതുപോലെ തന്നെ യൂറിയ, ഇതുപോലെ ലാക്റ്റിക് ആസിഡ്, ഇതുപോലെ എത്ര മാലിന്യങ്ങളാണ്. അതുപോലെ യൂറിൻ സ്റ്റോണിന് കാരണമാകുന്ന എന്താണ് കാൽസ്യം ലാക്ടേറ്റ്, കാൽസ്യം ഓക്സലേറ്റ്, കാൽസ്യം ടാക്ലേറ്റ് പോലുള്ള പദാർത്ഥങ്ങൾ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളാണ്. ഇതെല്ലാം വെളിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി കുറഞ്ഞ വെള്ളം കുടിക്കണം. ഏതെങ്കിലും വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല. നോർമൽ വാട്ടർ, നല്ല ശുദ്ധമായ പച്ചവെള്ളം, കുടിക്കാൻ യോഗ്യമായ പച്ചവെള്ളം മാഗ്നറ്റൈസ് ചെയ്ത് സ്ട്രക്ചേർഡ് വാട്ടർ ആക്കി കട്ടി കുറച്ച് കുടിക്കുമ്പോൾ ശരീരത്തിലേക്ക് ആ വെള്ളത്തിന്റെ ഗുണം, ജീവജലത്തിന്റെ അതിന്റെ അപാരമായ ശേഷി ഗുണം നമുക്ക് കിട്ടും. നമ്മൾ എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. നല്ല ശുദ്ധമായ പച്ചവെള്ളം മാഗ്നറ്റൈസ് ചെയ്ത് കുടിക്കുമ്പോൾ സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്നതിനേക്കാൾ സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്നത് 20% ശരീരത്തിന് ഗുണം ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റൈസർ വാട്ടർ 80% ഗുണം ചെയ്യും. അതാണ് അതിന്റെ വ്യത്യാസം. അതുകൊണ്ടാണ് ഈ വെള്ളം കുടിക്കുന്ന ആള്, നമ്മുടെ മാഗ്നറ്റൈസർ വാട്ടർ കുടിക്കുന്ന ആളുകളിൽ പ്രകടമായ മാറ്റം വരുന്നത്. ആരോഗ്യ പ്രശ്നം, അൾസർ, ഗ്യാസ്, പൈൽസ്, വെരിക്കോസ് വെയിൻ, ഉണങ്ങാത്ത മുറിവുകൾ, ജോയിന്റ് പെയിനുകൾ, മസിൽ പെയിനുകൾ, മൈഗ്രെയിൻ, അതുപോലെ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, ഇങ്ങനെ തുടങ്ങുന്ന സകലമാന കാര്യങ്ങളും എത്രയോ റിസൾട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കും. ഇതിന്റെയൊക്കെ കാരണം എന്താണെങ്കിൽ ജലം ഒന്നാമത് ജീവജലമാണ്. ജീവൻ കൊടുക്കാൻ പര്യാപ്തമായിട്ടുള്ള അതിനൊരു ജീവനുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് 6 എസെൻഷ്യൽ ന്യൂട്രീഷ്യൻസിലെ ഒന്നാണ് വെള്ളം എന്ന് പറയുന്നത്. 6 എസെൻഷ്യൽ ന്യൂട്രിയൻസുകളിലെ ഒന്നാണ് വെള്ളം എന്ന് പറയുന്നത്. അപ്പൊ വെള്ളം അതിന്റെ തനി സ്വഭാവത്തിൽ കുടിക്കുമ്പോഴാണ് അതിനകത്ത് റിച്ച് മിനറൽസ്, റിച്ച് ഓക്സിജൻ, ഹൈഡ്രജൻ എല്ലാം ഉള്ളത്. അതിന് ഘടന മാറ്റുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ വരുന്നത് അർത്ഥം. മറ്റൊന്നുള്ളത്, വെള്ളം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ മെഡിസിൻ ആണ്. പ്രകൃതി തന്നിട്ടുള്ള ഏറ്റവും നല്ല മരുന്നാണ് വെള്ളം എന്ന് പറയുന്നത്. ആ വെള്ളം നമ്മൾ കുടിക്കാൻ നമ്മളെ ഇതുവരെ ശീലിപ്പിച്ചിട്ടില്ല ആരും. അതാണ് ഒരു സത്യം. നമ്മുടെ സ്കൂളുകളിൽ പോലും വെള്ളം എങ്ങനെ കുടിക്കണം എന്ന് ഇപ്പോഴും പഠിപ്പിക്കുന്നില്ല. ആകെ ആരെങ്കിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ വേണ്ടവർ കുടിക്കുക എന്നുള്ളത് മാത്രമാണ്. അതൊന്നല്ല, ആരോഗ്യ സംരക്ഷണത്തിന് വെള്ളത്തിന് ഒരു വലിയ പ്രാധാന്യം. നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ പ്രോപ്പർ ആകുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞ pH ബാലൻസ്, ബോഡി ടെമ്പറേച്ചറിന്റെ ബാലൻസ്, അതുപോലെ ദഹനം, അതുപോലെ യൂറിനേഷൻ, ഇങ്ങനെ തുടങ്ങുന്ന സകല സംഭവം, ബ്രെയിനിന്റെ ഫംഗ്ഷൻ, കണ്ണിന്റെ ഫംഗ്ഷൻ, സ്കിന്നിന്റെ ഫംഗ്ഷൻ, ഈ ലിവറിന്റെ ഫംഗ്ഷൻ, ഇതിനൊക്കെ തന്നെ വെള്ളം വലിയൊരു ഘടകമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഒരുപാട് ഗുണം ചെയ്യും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട, അത് കുടിച്ച് ശീലിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്കുള്ളത് മാട്രസ് പാഡ് ആണ്. മാട്രസ് പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിന്റെ നിയോഡൈമിയം മാഗ്നറ്റുകൾ സെറ്റ് ചെയ്തിട്ടുള്ള കിടക്കാൻ ഉപയോഗിക്കുന്ന മാട്രസ് പാഡും പില്ലോ പാഡുമാണ്. ബെഡ് അല്ല, മാട്രസ് പാഡാണ്. നമുക്കത് ഫോൾഡ് ചെയ്യാം, യാത്രയിൽ എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം, വിരിക്കാം. നമ്മൾ എവിടെയാണോ കിടക്കുന്നത്, ബെഡാണെങ്കിൽ ബെഡിന്റെ മുകളിൽ വിരിക്കുക. 6 അടി നീളം 3 അടി വീതിയിലാണ് ഇത് സ്ട്രക്ചറൈസ് ചെയ്തിട്ടുള്ളത്. ഒരു പില്ലോ പാഡിന്റെ തലയ്ക്ക് വെക്കാൻ അത് വെച്ച് നമ്മൾ വിരിച്ചതിന് ശേഷം ഒരു ബെഡ്ഷീറ്റ് അതിന്റെ മുകളിൽ, കട്ടി കുറഞ്ഞൊരു ബെഡ്ഷീറ്റ് ഇട്ട് അതിൽ നമ്മൾ കിടക്കുമ്പോൾ 6-7 മണിക്കൂർ നമ്മൾ അതിൻ്റെ അകത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ആവശ്യമുള്ള മാഗ്നറ്റിക് എനർജി കിട്ടുകയും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ബൈ ഡിഫോൾട്ട് ഓക്സിജന്റെ അളവിനെ ക്രമപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഡിസോർഡർ ഓർഡറിലേക്ക് വരുന്നു, ഡിസ്ഫങ്ഷനുകൾ ഫങ്ഷനിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും ഡിസീസ് അവിടുന്ന് മാറി നിൽക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ശരീരത്തിന് അപാരമായ ഹീലിംഗ് കൊടുക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ശരീരത്തിന് തന്നെയുണ്ട്. ആ കഴിവിനെ ഉദ്ദീപിപ്പിക്കാൻ ഈ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കഴിയുന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട.
ബയോട്ടോറിയത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഗുണം കിട്ടിയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകള് ഇന്ന് നമ്മുടെ ഈ രാജ്യത്തിനകത്തുണ്ട്. 10,000-കണക്കിന് ആളുകളുടെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വൈദ്യശാസ്ത്രം ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുള്ള കേസിൽ പോലും പ്രകൃതിക്ക് ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയിച്ചു കൊടുത്ത ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് പ്രകൃതിദത്തമായ പ്രൊഡക്റ്റ് ആണ്, നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. ഇതിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. നല്ല ഉറക്കം കിട്ടും. ഇതിന് സ്ലീപ്പിംഗ് പാഡ് എന്ന് പറയുന്ന ഒരു പേര് തന്നെയുണ്ട്. അതായത് സ്ലീപ്പിംഗ് പാഡ് എന്ന് പറഞ്ഞാൽ ഉറക്കം കിട്ടാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. കാര്യം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ തലയിലേക്കുള്ള ഓക്സിജന്റെ ഫ്ലോ കൂടുന്ന സമയത്ത്, ഓക്സിജന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫ്ലോ വരുന്ന സമയത്ത് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്, അത് ആക്റ്റീവ് ആകുന്നു. സ്വാഭാവികമായിട്ടും പീനിയൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഈ മെലാറ്റോണിൻ ആണ് നമുക്ക് ഉറക്കം തരുന്നത്. ഉറക്കം തരുന്ന ഹോർമോണാണ് ഈ മെലാറ്റോണിൻ എന്ന് പറയുന്നത്. ഈ മെലാറ്റോണിന്റെ ഉൽപ്പാദനം കൂടുകയും നല്ല സുഷുപ്തി കിട്ടുകയും ചെയ്യും. സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അങ്ങനെ ഡീപ്പ് സ്ലീപ്പ് കിട്ടിയിട്ടുള്ള അനവധി ആളുകളുണ്ട്. ഈ നമ്മുടെ മാട്രസ് പാഡ് ഉപയോഗിച്ച് ഉറക്കം കിട്ടിയിട്ടുള്ള ആളുകൾ എന്നുണ്ടെങ്കിൽ എന്താ പറയാ, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ആളുകളുണ്ട്. അപ്പോൾ അത്ര നല്ല ഉറക്കം കിട്ടുന്നു. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ മെയിൻ്റെനൻസ് മെക്കാനിസം എല്ലാം പെർഫെക്റ്റ് ആകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല ഹീലിംഗ് കിട്ടും, സൗഖ്യം കിട്ടും. അവിടെ വെച്ച് നമുക്ക് പല ഡിസോർഡറുകളൊക്കെ മാറിക്കിട്ടും. നന്നായി ഉറങ്ങുന്ന ഒരാൾ എപ്പോഴും എനർജറ്റിക് ആയിരിക്കും. അവർക്ക് ആന്റി ഏജിങ് എഫക്റ്റ് അവർക്ക് ഉണ്ടായിരിക്കും. അവർ നല്ല ഊർജ്ജസ്വലരായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോ ഏതെങ്കിലും രോഗത്തെ ഇല്ലാതാക്കുന്ന, ചില ആളുകളൊക്കെ പറയാറുണ്ട് ഒരു മാന്ത്രിക കിടക്കയുണ്ട്, ഒരു അതിലൊക്കെ കടന്നാൽ സർവ്വരോഗം മാറും എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ വിഡ്ഢിത്തരമാണ്. അങ്ങനെയൊന്നുമില്ല. രോഗങ്ങളെ മാറ്റാനുള്ള ശേഷിയൊന്നും ഇതിനില്ല. ശരീരത്തിന്റെ ബ്ലഡ് സർക്കുലേഷനെ പ്രോപ്പർ ആക്കി ഓക്സിജൻ ലെവൽ കറക്റ്റ് ആക്കുമ്പോൾ നമ്മുടെ ശരീരം തന്നെ സ്വാഭാവികമായിട്ട് ആ ഹീലിംഗിലേക്ക് പോകുന്നു. അത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് നേരിട്ട് കിട്ടേണ്ട, ഭൂമിയിൽ നിന്ന് കിട്ടേണ്ട മാഗ്നറ്റിക് എനർജിയുടെ കുറവിനെ ഇവിടെ ഇതുപോലൊരു ഡിവൈസിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോ മാത്രമല്ല, ഈ ഓക്സിജന്റെ അളവ് ക്രമപ്പെട്ട് നിർത്താൻ ഇത് മാഗ്നറ്റിക് ഫീൽഡ് സഹായിക്കുന്നു. ഉറപ്പാണ് ആ കാര്യത്തിൽ, ഒരു സംശയ കാര്യത്തിൽ വേണ്ട, അത് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രശ്നമുള്ള ഒരു സംഭവമാണ് ഈ പെട്ടെന്നുള്ള മരണം കൂടി എന്ന് പറയുന്ന റിപ്പോർട്ട്. കുഴഞ്ഞു വീണ മരണങ്ങളുടെ ആധിക്യം കൂടിയിട്ടുള്ള 5 വർഷങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. പോസ്റ്റ് കോവിഡ് സിൻഡ്രോമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇതിന്റെ ഈ ആധിക്യത്തെ നമുക്ക് പറയാൻ പറ്റും. കോവിഡാനന്തരമാണ് ഈ കുഴഞ്ഞു വീണ മരണങ്ങളുടെ എണ്ണം വളരെയധികം കൂടിയത്. അതിന്റെ ഗ്രാഫ് കൂടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുഴഞ്ഞു വീണ മരണങ്ങൾ രേഖപ്പെടുത്തുന്ന 1ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറി. ഇവിടെ പറയുന്നത് 2ാമത്തെ സ്റ്റേറ്റ് ആണെങ്കിൽ പോലും ജനസംഖ്യാനുപാതത്തിൽ നോക്കുമ്പോൾ കേരളം തന്നെയാണ് ഇതിന് മുന്നിൽ. നമ്മൾ അഭിമാനിക്കാറുണ്ട്, കേരളം ഗോഡ്സ് ഓൺ കൺട്രി നമ്പർ 1 ആണ് എല്ലാ കാര്യത്തിലും എന്ന് നമ്മൾ അഭിമാനിക്കാറുണ്ട്. പക്ഷെ നമുക്ക് അപമാനം വരുന്നൊരു കാര്യം കൂടിയാണ് ഈ ഒരു സംഭവം. നമുക്ക് ദുഃഖകരമായ ഒരു കാര്യം കൂടിയാണ്. കുഴഞ്ഞു വീണ മരണങ്ങളിലും കേരളമാണ് നമ്പർ 1 എന്ന് പറയുന്നത്. അത് സംഭവിക്കാൻ പാടില്ല. ഇവിടെ ഒരുപാട് ആരോഗ്യ അവബോധം കിട്ടിയേ പറ്റൂ. നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല പരിജ്ഞാനമുള്ള, നല്ല നോളജ് ഉള്ള ആളുകൾക്ക് പോലും ആരോഗ്യ സംരക്ഷണം എന്താണെന്ന് അറിയാത്ത ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ സ്റ്റേറ്റ്. എല്ലാവരും അല്ല, വളരെ കുറച്ചാളുകൾക്ക് മാത്രമേ ആ ബോധമുള്ളൂ. അവരൊക്കെ ഇതിനെക്കുറിച്ച് വേറെ തരത്തിലുള്ള സങ്കല്പങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് കഴിക്കണം എന്നറിയില്ല, എന്ത് കഴിക്കാൻ പാടില്ല എന്നറിയില്ല, എങ്ങനെയൊക്കെ കഴിക്കണം എന്നുള്ളത് അറിയില്ല. ആരോഗ്യ സംരക്ഷണത്തിന് പ്രകൃതിദത്തമായിട്ടുള്ള സംവിധാനങ്ങൾ ഏതൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നറിയില്ല. വിവരം വിദ്യാഭ്യാസമൊക്കെ കൂടുന്ന സമയത്ത് ചില ആളുകൾക്ക് എല്ലാത്തിനോടും ഒരു പുച്ഛം വരാറുണ്ട്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പുച്ഛിക്കുന്ന ആളുകളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെയൊക്കെ ഒരു പ്രൊഡക്റ്റ് പറയുന്ന സമയത്ത് മഹാപുച്ഛമായിരിക്കും അവർക്കൊക്കെ. അങ്ങനെയുള്ള ആളുകളുണ്ട്. അതൊക്കെ വിദ്യാഭ്യാസം ചില ആളുകൾ കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. നമ്മളൊക്കെ ഒരു ഒരു പ്രസൻസ് ഓഫ് മൈൻഡിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിക്കണം. കുറച്ചൊക്കെ നമ്മള് പിന്നെ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കാനും പ്രകൃതിയുടെ ശക്തിയെ കുറിച്ച് തിരിച്ചറിയാനൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഈ കുഴഞ്ഞു വീണ മരണങ്ങൾ ഇത്രയും കൂടിയ ഒരു കാലഘട്ടത്തില് ഈ റിപ്പോർട്ട് ഇറക്കിയത് NCRB ആണ്, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, മയോകാർഡിറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് ഇതിലെ വില്ലൻ. മയോകാർഡിറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിന് സങ്കോചിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, മസിലുകൾ ഹാർഡായി പോകുന്ന ഒരവസ്ഥ. ഹൃദയത്തിന്റെ മസിലുകൾ ഹാർഡായി കഴിഞ്ഞാൽ അതിന് സങ്കോചിക്കാൻ കഴിയാതെ പോകും. അതിന്റെ ഒരു കാരണം നമ്മൾ മനസ്സിലാക്കുക, ശരീരത്തിലെ ഏത് മസിലുകൾ ഹാർഡാകുന്നുവോ അതിന്റെ ഒരു കാരണം ശരീരത്തിലെ നിർജ്ജലീകരണമാണ്. അപ്പോൾ അതിന് ഇട കൊടുക്കാതെ
ഈ ലാക്റ്റിക് ആസിഡ് പോലുള്ള സാധനങ്ങൾ മസിൽ ഫൈബറുകൾക്കിടയിൽ വന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ മസിലുകൾ എപ്പോഴും സോഫ്റ്റ് ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന തരത്തിൽ ജലാംശം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നിലനിർത്തുക എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നിന്ന് മോചനം നേടാൻ കഴിയും. കേരളത്തിൽ 20% ആളുകൾക്ക് ഹൃദ്രോഗ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ പഠനത്തിൽ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 80 ലക്ഷത്തോളം ആളുകൾ ചെറുതോ വലുതോ ആയിട്ടുള്ള കാർഡിയോവാസ്കുലർ ഡിസീസ് അതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുഴഞ്ഞു വീണ മരണങ്ങളുടെ ആധിക്യം ഇനിയും കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ നമ്മൾ ആണ് വെൽനെസ് എന്ന് പറയുന്ന സിദ്ധാന്തത്തെ മുറുകെ പിടിക്കേണ്ടത്. വെൽനെസ് എന്ന് പറയുന്ന സിദ്ധാന്തം, എനിക്കിപ്പോ കുഴപ്പങ്ങളൊന്നുമില്ല, ഞാൻ നല്ല ആരോഗ്യവാനാണ്, എന്തെങ്കിലും വരുമ്പോ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന വിഡ്ഢിത്തരമല്ല ചിന്തിക്കേണ്ടത്. എനിക്കിപ്പോൾ ആരോഗ്യമുണ്ട്, ഈ ആരോഗ്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നു, ഈ ആരോഗ്യം തന്നതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നതോട് കൂടി ഈ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിപരമായ കാര്യങ്ങൾ കൂടി ഞാൻ ചെയ്യും എന്നുള്ള ആ ഒരു പുനർവിചിന്തനം കൂടി ഒരു വ്യക്തിക്ക് ഉണ്ടാകണം. അതാണ് യഥാർത്ഥത്തിൽ ബുദ്ധി എന്ന് പറയുന്നത്. അതല്ലാതെ അഹങ്കരിക്കുകയല്ല വേണ്ടത്. ഞാൻ നല്ല ആരോഗ്യവാനാണ്, എനിക്ക് ഒരു പ്രശ്നവും എനിക്കില്ല, എനിക്ക് എന്തെങ്കിലും വരുമ്പോ അപ്പൊ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ആ വിഡ്ഢിത്തരമല്ല ചിന്തിക്കേണ്ടത്. ഞാനിതിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നോട് അങ്ങനെ കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്ന പല ആളുകളോടും അങ്ങനെയുള്ള സമാനമായ പറച്ചിലുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് വിവരമില്ലായ്മ എന്ന് മാത്രമേ അതിന് പറയാൻ കഴിയുള്ളൂ. അതൊരിക്കലും വിവരത്തിന്റെ ലക്ഷണമല്ല. അപ്പൊ നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, പ്രതിരോധമാണ് പ്രതിവേദിയേക്കാൾ പ്രധാനം എന്ന് പറയുന്നത് ആ ഒരു സിദ്ധാന്തത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിന് അനുഗുണമാകുന്ന സർക്കുലേഷനെ പ്രോപ്പറാക്കാൻ സഹായിക്കുന്ന, ഓക്സിജന്റെ അളവിനെ ക്രമപ്പെടുത്താൻ സഹായിക്കുന്ന ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ദോഷവും ചെയ്യാതെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഇത് ചെയ്തു തരുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകും. കോവിഡിന് ശേഷം ആഗോള ആയുർദൈർഘ്യത്തിൽ 2 വർഷം കുറഞ്ഞു എന്ന് പറയുന്ന ലോകാരോഗ്യ സംഘടന സാക്ഷ്യപ്പെടുത്തുന്ന ഇവിടെ ഉണ്ട്. എത്രയോ ഡോക്ടർ ഈ കുഴഞ്ഞു വീണ മരണത്തിനും അറ്റാക്ക് മരണങ്ങൾക്കൊക്കെ വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാരായ ഡോക്ടർ, ഒരാളെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ട് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. ഡോക്ടർ ഗൗരവ് ഗാന്ധി, ജാംനഗറിലുള്ള അവിടുത്തെ മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു. കാർഡിയാക് സർജനാണ് അദ്ദേഹം. അതുപോലെ തന്നെ ചെറുപ്പക്കാരനാണ്. 10,000-ലധികം ഹൃദയ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം. എന്നിട്ട് പോലും 41-ാമത്തെ വയസ്സിൽ അറ്റാക്ക് വന്ന് മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഡോക്ടർമാർക്ക് പോലും അറ്റ് പ്രസന്റ് അവരുടെ ശരീരത്തിൽ എന്ത് നടക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. ഡോക്ടർ പ്രേംലാൽ 44 വയസ്സുള്ള അദ്ദേഹം ഇതുപോലെ പെട്ടെന്ന് മരിച്ചു. എത്രയോ ആളുകൾ രോഗിയെ പരിശോധിക്കവേ ഡോക്ടർ കുഴഞ്ഞു വീണ് മരിച്ചു. എന്റെ കയ്യിൽ ഒരു 250-ൽ പരം റിപ്പോർട്ടുകളുണ്ട്. ഇവരൊക്കെ മനസ്സിൽ കരുതിയിരുന്നത് എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, ഞാൻ ആരോഗ്യവാനാണ് എന്നാണ് കരുതിയിരുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് പോലും എപ്പോ വേണമെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാം എന്നുള്ള ഒരു ചാൻസ് അത് എനിക്കുമുണ്ട്, ഇത് കേൾക്കുന്ന നിങ്ങൾക്കുമുണ്ട് എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കുക. ഞാനിങ്ങനെ പറയുമ്പോൾ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഒന്നും കരുതരുത്. ഞാൻ ചില സത്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് അതിൻ്റെതായ ഒരു തലത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുക. ഇവിടെ നമ്മൾ പ്രിവെൻഷന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതിനാണ് മാഗ്നറ്റൈസർ വാട്ടർ കുടിക്കണം എന്ന് പറയുന്നത്, അതിനാണ് റിസ്റ്റ് ബാൻഡ് കെട്ടണം എന്ന് പറയുന്നത്, അതിനാണ് നമ്മൾ മാട്രസ് പാഡിൽ കിടക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി പൈസ ചെലവാക്കാൻ നമുക്ക് ഇഷ്ടമല്ല. നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഇഷ്ടം പോലെ പൈസ ചെലവാക്കുന്നു. വലിയ വീട് വെക്കുന്നതിന് വേണ്ടി, അവിടുത്തെ മറ്റുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി കിടക്കുന്ന ബെഡ് 50,000-ന്റെ ആയിരിക്കും, അതല്ലെങ്കിൽ 25,000-ന്റെ ആയിരിക്കും. പക്ഷെ നമ്മളൊരു 10,000 രൂപയുടെ മാട്രസ് പാഡിൽ കിടക്കണം എന്ന് പറയുന്ന സമയത്ത് അതിൽ വിരിക്കണം എന്ന് പറയുമ്പോഴാണ് പല ആളുകളും 10,000 രൂപ അപ്പൊ അതിനെ ഞാൻ മുടക്കണമല്ലോ, അയ്യോ എന്ന് ചിന്തിക്കുന്നത്. പക്ഷെ ആ വാങ്ങിച്ച ബെഡിന് 50,000 രൂപയായിരിക്കും. ആ ബെഡ് നമുക്ക് ആരോഗ്യം തരുന്നില്ല. പക്ഷെ മാട്രസ് പാഡ്, മാഗ്നറ്റൈസ്ഡ് മാട്രസ് പാഡ് ഈ ബയോട്ടോറിയത്തിന്റെ നമുക്ക് ആരോഗ്യം തരിക തന്നെ ചെയ്യും, ഒരു സംശയ കാര്യത്തിലില്ല. ആ ഒരു ചിന്ത നമുക്ക് വേണം. ഇത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, പ്രിവെൻഷന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാകണം. ഇത് ആളുകളെ പഠിപ്പിച്ചു കൊടുക്കണം. 25 ലക്ഷത്തിലധികം, ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 30 ലക്ഷത്തോളം ആളുകൾ ഇന്ന് നമ്മുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇതാണ് നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹ്രസ്വമായിട്ടുള്ള ഒരു വിവരണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടായിരിക്കും, ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സുമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് അതിന്റെ ക്ലാരിറ്റി വരുത്തണം, ഉറപ്പായിട്ടും വരുത്തണം.
അടുത്ത ന്യൂട്രാസ്യൂട്ടിക്കൽ മേഖലയിൽ, ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് പോഷകം കൊടുക്കുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ചേരുവകൾ, അതാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ. ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇൽനെസ്സിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് കെമിക്കൽ സോഴ്സിൽ നിന്ന് എടുക്കുന്നത്. ന്യൂട്രാസ്യൂട്ടിക്കൽ നാച്ചുറൽ സോഴ്സിൽ നിന്ന് എടുക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ന്യൂട്രാസ്യൂട്ടിക്കൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഈ അടുത്ത കാലത്തായിട്ട് പത്രത്തിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ആർട്ടിക്കിൾ. എന്താണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്? ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യ സംരക്ഷണത്തിനും രോഗനിവാരണത്തിനും പ്രതിരോധത്തിനും വേണ്ടി, പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി പ്രകൃതിദത്തമായ സംവിധാനങ്ങളെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പോഷക സമീകൃതം ആയിട്ടുള്ള പിന്നെ പോഷകങ്ങളെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന സംവിധാനത്തെയാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ അത് ചില ഘട്ടങ്ങളിൽ നിവാരണത്തിന് ഉപയോഗിക്കാം, ചില ഘട്ടങ്ങളിൽ നമുക്കത് പിന്നെ പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കാം, ഏതിനു വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. അതിൽ ഏറ്റവും ഗംഭീരമായിട്ട് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല പ്രോഡക്റ്റുകളിൽ ഒന്നാണ് അൾട്രാബെറി എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്ക്. ഇത് മെഡിസിൻ അല്ല, മനസ്സിലാക്കുക, ഇത് മെഡിസിൻ അല്ല, ഇതൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണ്. അപ്പൊ നമ്മളിപ്പോ ഒരു കടയിൽ പോയിട്ട്, ഒരു ജ്യൂസ് കടയിൽ പോയിട്ട് ഒരു മൊസംബി ജ്യൂസ് കുടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നു, അത് മരുന്നാണ് നമുക്ക് പറയാൻ കഴിയും. അല്ല, നമ്മളെ വീട്ടില് നമ്മൾ എന്ത് ചെയ്യുന്നു, നെല്ലിക്കയുടെ ജ്യൂസ് കഴിക്കുന്നു, അതിന് നമുക്ക് അത് മരുന്നാണെന്ന് പറയാൻ കഴിയും? ഇല്ലല്ലോ. അത് എന്താണ്? അതൊരു ന്യൂട്രീഷനാണ്, ശരീരത്തിന് കൊടുക്കുന്ന ഒരു പോഷകമാണ്. ഇപ്പൊ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നു, മൊസംബി ജ്യൂസ് കുടിക്കുന്നു, ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നു, അങ്ങനെ മുന്തിരി ജ്യൂസ് കുടിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് പോഷകം തരും, നമുക്ക് ഉറപ്പുള്ള. കാരണം ഇതിനകത്തൊക്കെ ഒരുപാട് വൈറ്റമിൻ പിന്നെ എലമെന്റ്സുകൾ ഉണ്ടല്ലോ. ശരീരത്തിന് ഗുണമായിട്ടുള്ള അനവധി ഘടകങ്ങൾ അതിനകത്ത് പിന്നെ ഘടകങ്ങൾ അതിനകത്ത് ചേർന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇതിനെ നമുക്കൊന്ന് ഈ സത്തുക്കളെ ഒന്ന് വേർതിരിച്ചെടുത്ത്, ഇതിന്റെ പോഷകം തരുന്ന ആ സത്തിനെ ഒന്ന് വേർതിരിച്ചെടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ചെറിയ അളവിൽ നമ്മുടെ, അതിനാണല്ലോ ടെക്നോളജി, ആ ടെക്നോളജി ഉപയോഗപ്പെടുത്തി ഫ്രൂട്ട്സുകളിലുള്ള ഗുണങ്ങളെ, ആ നന്മകളെ, അതിലുള്ള ആ വൈറ്റമിൻ സോഴ്സിനെ, അതിനകത്തുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസിനെ, ശരീരത്തിന് ഗുണകരമായ ഇൻഗ്രീഡിയൻസിനെ ഒരു പിന്നെ ഒറ്റ കാര്യത്തിലേക്ക് കൊണ്ടുവന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് അൾട്രാബെറി എന്ന് പറയുന്ന ഒരു ജ്യൂസ്. ഇത് 100% നാച്ചുറൽ ആണ്, കഴിക്കാൻ നല്ല സുഖമാണ്, ഇളം പുളിയും ഇളവും മധുരവുമാണ് ഇതിനകത്തുള്ളത്, ആർക്കും കഴിക്കാൻ പറ്റും. അപാരമായ ആരോഗ്യ ഗുണങ്ങൾ അൾട്രാബെറി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വേൾഡ് നമ്പർ 1 വെൽനസ് ഡ്രിങ്ക് ആണ്, സൂപ്പർ ആന്റി ഓക്സിഡന്റ് ആണ്, സൂപ്പർ ആയിട്ടുള്ള ഒരു നിരോക്സീകാരിയാണ്. ഓക്സീകരണത്തിനെതിരെ പ്രവർത്തിക്കുന്ന, ഓക്സീകരണം കൊണ്ടുണ്ടാകുന്ന ഡാമേജ് പരിഹരിക്കാൻ സഹായിക്കുന്ന, ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സംഭവ വികാസത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഹെൽത്ത് ഡ്രിങ്ക്, ഈ വെൽനസ് ഡ്രിങ്ക് എന്ന് പറയുന്നത്, അൾട്രാബെറി എന്ന് പറയുന്നത്. അപ്പൊ ആന്റി ഓക്സിഡന്റുകൾ എന്തിനു നമ്മൾ കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്സീകരണം കൊണ്ട് ഡാമേജ് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഓക്സിജന്റെ സമ്പർക്കം പുറമേ നിന്നും ഓക്സിജന്റെ സമ്പർക്കം ഉള്ളിൽ നിന്നും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സെല്ലുകളിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന് കാരണമാകുന്നു, സെല്ലുകളുടെ ഘടനാപരമായ വ്യതിയാനങ്ങൾക്ക് അത് കാരണമാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ദോഷം ചെയ്യുന്നു, ക്യാൻസർ സെല്ലുകളൊക്കെ ആയിട്ടത് മാറുന്നു, സെല്ലുകൾ അതിന്റെ ധർമ്മം ചെയ്യാതെ വരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിഭാസങ്ങളിലേക്ക് പോകും. അപ്പൊ അതിനെ അങ്ങനെ ഫ്രീ റാഡിക്കൽ അറ്റാക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ഡാമേജ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിരോക്സീകാരികൾ എന്ന് പറയുന്ന, ഓക്സീകരണത്തിനെതിരെ പ്രവർത്തിക്കുന്ന നിരോക്സീകാരികൾ എന്ന് പറയുന്ന ഘടകങ്ങൾ ശരീരത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഫ്രീ റാഡിക്കൽസുകൾ ഉണ്ടാകുന്നതും ക്യാൻസർ സെല്ലുകൾ ഉണ്ടാകുന്നതും അതൊക്കെ ഒഴിവാക്കാനും എല്ലാ സെല്ലുകൾക്കും ആരോഗ്യത്തോടു കൂടിയിട്ട് അതിന്റെ ധർമ്മം ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആന്റി ഓക്സിഡന്റുകളുടെ ഒരു സമ്മിശ്രണമാണ് നമ്മുടെ ഈ അൾട്രാബെറി ജ്യൂസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് ബെറീസ് ആണ് കൂടുതലുള്ളത്. ബെറീസ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സുകളിലെ രാജാക്കന്മാരാണ്, രാജ്ഞികളാണ്. ഏറ്റവും കൂടുതൽ പിന്നെ വൈറ്റമിൻസും അതുപോലെ
പിന്നെ എല്ലാ ഘടകങ്ങളും ഒക്കെ ഉള്ളതാണ് ഇതിലുള്ള ഫ്രൂട്ട്സുകൾ. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനകത്ത് അൾട്രാ ബെറിക്കകത്ത് 100% നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് ആണ്, കംപ്ലീറ്റ് ഫുഡ് സപ്ലിമെന്റ് ആണ്, അൾട്ടിമേറ്റ് ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് ഏത് പ്രായക്കാർക്കും കഴിക്കാം. ഒരു 30 മില്ലി കഴിച്ചാൽ മതി എന്ന് മാത്രം, കുറെ കൂടുതൽ കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ദിവസം 30 മില്ലി ഈക്വൽ ക്വാണ്ടിറ്റി വാട്ടർ ഡൈലൂട്ട് ചെയ്ത് അത് മിക്സ് ചെയ്ത് ഒരു നേരം കഴിച്ചാൽ മതി. ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. പ്രത്യേകിച്ച് കണ്ണിനൊക്കെ വളരെ ഗുണം ചെയ്യും, സ്കിന്നിനൊക്കെ വളരെ ഗംഭീരമായിട്ട് ഗുണം ചെയ്യും. അതുപോലെ അവർ സൗന്ദര്യ സംരക്ഷണമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അതിനകത്ത് ബ്ലൂബെറി ചേരുന്നുണ്ട്. ബ്ലൂബെറി എന്ന് പറയുന്ന ബെറീസുകളിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റുകൾ ഉള്ളത്. അപ്പൊ ബ്ലൂബെറി ഇതിനകത്ത് ചേരുന്നുണ്ട്, നമ്മുടെ ഈ അൾട്രാബെറിക്കകത്ത് ചേരുന്നുണ്ട്. പിന്നെ എൽഡർ ബെറീസ് എന്ന് പറയുന്നത്, ഇതെല്ലാം ബെറീസ് ആണ്. എൽഡർ ബെറീസ് ചേരുന്നുണ്ട്. ഈ എൽഡർ ബെറിയുടെ പ്രത്യേകത എന്താണെങ്കിൽ റിച്ച് ആന്റി ഓക്സിഡന്റ് ആണ് ഈ സാധനം. മാത്രമല്ല വൈറ്റമിനുകളുടെ വൈറ്റമിൻ എ, സി, അതുപോലെ തന്നെ പൊട്ടാസ്യം, ഫോളേറ്റ്, കാൽസ്യം, അയൺ ഒക്കെ ധാരാളമുള്ള ഒരു ബെറിയാണ് ഈ എൽഡർ ബെറി എന്ന് പറയുന്നത്. എൽഡർ ബെറി ഇതിനകത്ത് ചേരുന്നു. പിന്നെ ബ്ലാക്ക് കറന്റ് എന്ന് പറയുന്ന സാധനം, ബ്ലാക്ക് കറന്റ്സ്, ഇതും എക്സലന്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ധാരാളം ഇതിനകത്തുണ്ട്. കൊളസ്ട്രോൾ ഫ്രീ ആണ്. അതുപോലെ തന്നെ ഫാറ്റ് ഇതിനകത്ത് കുറവാണ്. ഇത് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന്, ഇൻഫ്ലാമേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന, മാത്രമല്ല ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി കൂടിയാണ്. ഈ ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞെങ്കിൽ സൂക്ഷ്മ ജീവാണുക്കളുടെ കടന്നുവരവിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള സംഭവങ്ങളാണ് ആന്റി മൈക്രോബിയൽ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. പിന്നെ എന്നുള്ളത് സിബക്തോൺ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ്. സിബക്തോൺ എന്ന് പറയുന്നത് ഹിമാലയൻ ബെറി, ഗോൾഡൻ ബെറി എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇത് വൈറ്റമിൻ സി വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു വൈറ്റമിൻ സി, നമുക്കറിയില്ല, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇപ്പൊ കൊറോണ സമയത്തൊക്കെ നമ്മൾ വൈറ്റമിൻ സി കഴിക്കാറുണ്ടായിരുന്നു. അപ്പോ ഇത് വൈറ്റമിൻ സി റിച്ച് ആണ് ഈ സാധനത്തിനകത്ത്. മാത്രമല്ല ഈ ഒമേഗ എന്ന് പറയുന്ന സാധനം, ഒമേഗ റയർ ഒമേഗ ഉണ്ട്, 7-9 എന്നൊക്കെ പറയുന്നത്, 6-7-9 എന്നൊക്കെ പറയുന്ന ഒമേഗ ഉണ്ട്, അത് ഇതിനകത്ത് ധാരാളം ഉണ്ട്. അപ്പോ സിബക്തോൺ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സ് ഇതിനകത്ത് ചേർത്ത് ഹിമാലയൻ ബെറി. പിന്നെ നമുക്കൊക്കെ സുപരിചിതമായ സ്ട്രോബെറി എന്ന് പറയുന്നത്, സ്ട്രോബെറി ഹാർട്ടിന്റെ ഒക്കെ പ്രവർത്തനത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും, കണ്ണിനൊക്കെ കാഴ്ച കൂടാനൊക്കെ സഹായിക്കുന്ന ഗംഭീരമായിട്ടുള്ള ഒരു സാധനം. പിന്നെ മുരിങ്ങ ലീവ്സ്. മുരിങ്ങ പിന്നെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മുരിങ്ങ ഇല, വൈറ്റമിൻ എ വളരെ റിച്ച് ആണ് ഇതിനകത്ത്. ബ്രെയിൻ ബൂസ്റ്റർ ആണ്. നമുക്ക് സ്കിന്നിനും ഹെയറിനും, ഈ മുടി കൊഴിച്ചിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഇത് കഴിക്കണം നമ്മൾ പറയാറുണ്ട്. പിന്നെ ദഹനം കറക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഡൈജസ്റ്റീവ് സപ്പോർട്ടാണ് ഈ സാധനം. ആന്റി ഓക്സിഡന്റ് ഉണ്ട്, ഇൻഫ്ലാമേഷൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും, ബ്ലഡ് ഷുഗർ ബാലൻസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് മുരിങ്ങ ലീഫ് എന്ന് പറയുന്നത്. പിന്നെ കിവി ഫ്രൂട്ട് ഉണ്ട്. കിവി നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കിവി എന്ന് പറയുന്നത്. ഇത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനൊക്കെയാണ് കൂടുതൽ സഹായിക്കുന്നത്, ഡൈജഷന് വേണ്ടിയിട്ട്. പിന്നെ ആന്റി ഓക്സിഡന്റ് ധാരാളം ഇതിനകത്തുണ്ട്. കണ്ണിന്റെ കാഴ്ചക്കൊക്കെ വളരെ നല്ലതാണ് കിവി ഫ്രൂട്ട് എന്ന് പറയുന്നത്. അത് ചേരുന്നു. ഗ്രീൻ ആപ്പിൾ ചേരുന്നുണ്ട്. ഗ്രീൻ ആപ്പിൾ ഫാന്റാസ്റ്റിക് ഫ്രൂട്ടാണ് ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത്. ഡൈജഷൻ വളരെ നല്ലതാണ്. ഇമ്മ്യൂണിറ്റി കൂടുതൽ ബെറ്റർ ആക്കാൻ സഹായിക്കുന്നു. പെയിൻ മാനേജ്മെന്റിന് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ശരീരത്തിലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്കുള്ളത് മാംഗോസ്റ്റീൻ എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. മാംഗോസ്റ്റീൻ എന്ന് പറയുന്നത് വെയിറ്റ് ലോസിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണിത്. ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും, ഹാർട്ടിനൊക്കെ വളരെ നല്ലതാണ്. ഡൈജഷനൊക്കെ ഇത് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഇപ്പോൾ സുപരിചിതമായിട്ടൊരു ഫ്രൂട്ടായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റിലൊക്കെ എപ്പോഴും വരാറുള്ള ഒന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അത് ഇതിനകത്ത് ചേരുന്നു. ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്ന ഘടകങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ടിനകത്ത് ഉണ്ട്. ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെ, കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ മലബന്ധം ഇല്ലാതെക്കാൻ സഹായിക്കും, ദഹനം മെച്ചപ്പെടുത്തും. പിന്നെ അശ്വഗന്ധ ചേരുന്നുണ്ട്. അശ്വഗന്ധം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിലെ വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ഒരു ഒരു വേരാണ്, ഒരു റൂട്ടാണ് അശ്വഗന്ധ. മുക്കുരം എന്ന് മലയാളത്തിൽ പറയും. വിദാനിയ സോംനിഫറ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ഇതും ശരീരത്തിന് പോഷകം കൊടുക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ മൈൻഡിനെ കാം ആൻഡ് ക്വയറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ നല്ല ശാന്തത കൊടുക്കാൻ സഹായിക്കും. ബ്ലഡ് ഷുഗർ ലെവൽ നോർമലാക്കാനൊക്കെ സഹായിക്കും, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും, കായിക ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പിന്നെ എന്നുള്ള മക്കാറൂട്ടാണ്. മക്കാറൂട്ടൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് മക്കാറൂട്ട് അത്ര സുപരിചിതമല്ല. ഇത് മലേഷ്യ, അതുപോലെ തന്നെ സിംഗപ്പൂർ, പിന്നെ ഇങ്ങനെയുള്ള തായ്വാൻ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ മക്കാറൂട്ട് വളരെ സുപരിചിതമാണ്. ഇത് സെക്ഷൽ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്ന ഒരു റൂട്ടാണ് ഈ സാധനം. എനർജി ലെവൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സ്ത്രീകളിലെ മെനോപോസ് ടൈമിൽ ഉണ്ടാകുന്ന സിംറ്റംസിനെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഉള്ളത്
മുസ്ലി എന്ന് പറയുന്ന പൗഡർ, സഫേദ് മുസ്ലി, നിലപ്പനക്കിഴങ്ങിന്റെ ഇൻഗ്രീഡിയന്റ് ഇതിനകത്ത് ചേരുന്നുണ്ട്. നിലപ്പനക്കിഴങ്ങ് അതിൽ ചേരുന്നുണ്ട്. ഇത് ജോയിന്റ് പെയിനൊക്കെ നല്ലതാണ്, ലിബിഡോ വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും, ക്ഷീണം കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നു. പിന്നെ ഉള്ളത് ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് ആണ്. ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ മുന്തിരിക്കുരുവാണ്. മുന്തിരിനേക്കാൾ ഗുണം മുന്തിരിക്കുരുവിലാണുള്ളത്. മുന്തിരിക്കുരു അതിനകത്ത് ഹൈ പവർ ആന്റി ഓക്സിഡന്റ് ആണ് മുന്തിരിക്കുരുവിനകത്തുള്ളത്. നിർഭാഗ്യവശാൽ നമ്മൾ മുന്തിരി കഴിക്കുന്ന സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ തുപ്പിക്കളയുന്നത് മുന്തിരിന്റെ കുരുവാണ്. അത് നമുക്ക് ഇഷ്ടമല്ല, ചവർപ്പാണ് അതിന്, അവിടെ തുപ്പിക്കളയണം. പക്ഷെ മുന്തിരി കുരുവിലാണ് ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റുകൾ. ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ ഇത് ഒരുപാട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഗ്രേപ്പ് സീഡ് ഇതിനകത്ത് ചേരുന്നു. പിന്നെ ക്രാൻബെറി ചേരുന്നുണ്ട്. ക്രാൻബെറി ഇന്ന് അലോപ്പതി വൈദ്യശാസ്ത്രത്തിൽ പോലും ഉപയോഗപ്പെടുത്തുന്ന ഒരു ബെറിയാണ് ക്രാൻബെറി. പ്രത്യേകിച്ച് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രാശയ രോഗങ്ങൾ, മൂത്രത്തിൽ അണുബാധ ഉണ്ടാവുക, സ്റ്റൊമക് അൾസർ, അതുപോലെ ഇൻഫെക്ഷനുകൾ, ഇൻഫ്ലുവൻസ, വൈറസ്, ക്യാൻസറിന്റെ വ്യാപനം, കാർഡിയോവാസ്കുലർ ഡിസീസിന്, കാവിറ്റീസ്, ഇതിനൊക്കെ തന്നെ പകർച്ചവ്യാധികളൊക്കെ, ഇതിനൊക്കെ ഈ ക്രാൻബെറി വളരെ നല്ലതാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ UTI പ്രോബ്ലം, യൂറിന് ഇൻഫെക്ഷൻ വരുന്ന ആളുകൾക്കൊക്കെ ക്രാൻബെറി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ അൾട്രാബെറി കഴിക്കുന്നത് വളരെ ബെറ്റർ ആണ്. പിന്നെ അലോവേര ചേരുന്നുണ്ട്. അലോവേര നമ്മുടെ ശരീരത്തിന് ഒരു കൂളിംഗ് കൊടുക്കുന്ന, കൂളിംഗ് എഫക്റ്റ് കൊടുക്കുന്ന, തണുപ്പ് കൊടുക്കുന്ന, അതുപോലെ തന്നെ എന്താ പറയുക, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന, സ്കിന്നിന് അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കാൻ സഹായിക്കുന്നതാണ് കറ്റാർ വാഴ അഥവാ അലോവേര എന്ന് പറയുന്നത്. പിന്നെ വീറ്റ് ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് മുളപ്പിച്ച് ഞാറ് ആകുന്ന സമയത്ത് വെട്ടിയെടുക്കുന്ന, ഇതിൽ ഹൈ ലെവൽ പിന്നെ എന്താ പറയാ ക്ലോറോഫിൽ ഉണ്ട്. ക്ലോറോഫിൽ ഇതിനകത്തുണ്ട്. ഹരിതകം ധാരാളമുണ്ട്. ഇത് നമ്മുടെ ബ്ലഡ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. HB ലെവല് കൗണ്ട് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വൈറ്റമിൻ K ഉണ്ട്, വൈറ്റമിൻ E ഉണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ വീറ്റ് ഗ്രാസിനുണ്ട്. പിന്നെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. ഈ അകാല നിരക്ക് ഇല്ലാതാക്കാനൊക്കെ സഹായിക്കും. പിന്നെ ഉള്ളത് നൂനി ഫ്രൂട്ട് ആണ്. നൂനിപ്പഴം അതിന്റെ ഫ്രൂട്ടാണ്. അതിനകത്ത് ചേരുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ നൂനിപ്പഴത്തിനുണ്ട്. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും, ബ്ലഡ് പ്രഷർ നോർമലാക്കാനും, അനാൾജസിക് ആയിട്ട് പ്രവർത്തിക്കാനൊക്കെ സഹായിക്കുന്നു. പിന്നെ ഗ്രീൻ ടീ ഇതിനകത്തുണ്ട്. ഗ്രീൻ ടീ നമുക്കറിയാം വെയിറ്റ് ലോസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. പിന്നെ സിന്നമോൻ അഥവാ കറുവപ്പട്ട അതിനകത്ത് ചേരുന്നുണ്ട്. കറുവപ്പട്ട നമുക്ക് പിന്നെ അറിയാൻ പറ്റും, ഒരു ഗംഭീരമായിട്ടുള്ള ആയുർവേദത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്, ഹെർബാണ് സിന്നമോൻ അഥവാ കറുവപ്പട്ട. ആന്റി ഓക്സിഡന്റ് ആണ്. ടൈപ്പ് 2 ഡയബറ്റിക്കിന് വളരെ നല്ലതാണ്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, വന്ധ്യത ട്രീറ്റ്മെന്റിലൊക്കെ വളരെ നല്ലതാണ്. സ്കിന്നിന് വളരെ ഗുണം ചെയ്യുന്നു. ക്യാൻസർ ട്രീറ്റ്മെന്റ് നല്ലതാണ്. വെയിറ്റ് മാനേജ്മെന്റ് നല്ലതാണ്. ടൂത്ത് ഏക്കിന് അഥവാ പല്ലുവേദനയ്ക്ക് നല്ലതാണ്. വൈറസ് ഇൻഫെക്ഷന് നല്ലതാണ്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ സിന്നമോൻ അഥവാ കറുവപ്പട്ടയ്ക്കുണ്ട്. മൊത്തത്തിൽ നമ്മൾ അൾട്രാബെറി എന്തിനു വേണ്ടി കഴിക്കണമെന്ന് ചോദിച്ചാൽ കൊളസ്ട്രോൾ കൺട്രോളിന് വേണ്ടി ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ കൊളസ്ട്രോളിന്റെ കൺട്രോളിന് വേണ്ടി ഉപയോഗപ്പെടുത്താം. അതുപോലെ തൈറോയിഡ് നോർമലാക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും. മെന്റൽ ഫോക്കസിന് വളരെ നല്ലതാണ്. ഡെന്റൽ ഹെൽത്തിന് വളരെ നല്ലതാണ്, പല്ലുമായി ബന്ധപ്പെട്ടുള്ളത്. പിന്നെ എനർജി, സ്റ്റാമിന, വിഗർ, വിറ്റാലിറ്റി, സ്ട്രെങ്ത് ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇൻജുറി റിക്കവറി, ഇപ്പൊ ചില ആളുകൾക്കൊക്കെ ഇപ്പം മുറിവൊക്കെ വന്നു ഉണങ്ങാൻ, അതുപോലെ പൊള്ളല്, മുറിവ്, സർജറി ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഉണ്ടെങ്കിൽ ആ ഇഞ്ചുറിയിൽ നിന്ന് അവർക്ക് റിക്കവറി ചെയ്യാൻ വളരെ പെട്ടെന്ന് സഹായിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ സ്കിൻ ഡിസീസ് ഉള്ള ആളുകൾക്ക് വളരെ നല്ലതാണ്. ഇപ്പൊ സോറിയാസിസ്, എക്സിമ പോലുള്ള സ്കിൻ ഡിസീസുകൾ, സ്കിൻ റാഷസിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഹൈപ്പർ അസിഡിറ്റി ഇല്ലാതാക്കാൻ നല്ലതാണ്. ഗ്യാസ് ഫോം ചെയ്യുന്ന അവസ്ഥ ഇല്ലാതാക്കാൻ വളരെ നല്ലതാണ്. പിന്നെ ഡൈജസ്റ്റീവ് ഡിസോർഡറുകൾ പരിഹരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. കിഡ്നിയുടെ ഫംഗ്ഷൻ മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നു. ബ്രെയിനിന്റെ ഫംഗ്ഷൻ മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നു. ഇങ്ങനെയുള്ള കുറെ ഗുണങ്ങൾ അൾട്രാബെറിക്ക് ഉണ്ട്. മാത്രമല്ല ഒരു നല്ല ആന്റി ഏജിങ് പ്രോപ്പർട്ടിയാണ്. പ്രായാധിക്യം ഉണ്ടാകുന്നത് തടയാൻ, എപ്പോഴും ഒരു യൗവനത്തിന്റെ പ്രസരിപ്പും ഊർജ്ജസ്വലതയും സൗന്ദര്യവും നിലനിർത്താൻ സഹായിക്കുന്ന, ഉള്ളിലേക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ആന്റി ഓക്സിഡന്റുകൾ. നമ്മൾ പുറമേ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും? ഫെയർ ആൻഡ് ലവ്ലി ഇടും, പൗഡർ ഇടും, അല്ലെങ്കിൽ ബ്ലീച്ചിങ് ചെയ്യും, അതല്ലെങ്കിൽ നമ്മൾ ഫേഷ്യൽ ചെയ്യും, പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അത് നമുക്ക് എക്സ്റ്റേണലി ആയിട്ടുള്ള നമ്മുടെ സൗന്ദര്യവർദ്ധന ഉണ്ടെങ്കിൽ ഇന്റേണലി കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സൗന്ദര്യം നമുക്ക് നിലനിർത്താൻ കഴിയുന്നത്. അപ്പൊ ഇന്റേണൽ ആയിട്ട് ബ്യൂട്ടി നിലനിർത്താൻ സഹായിക്കുന്ന, നമ്മുടെ സ്കിന്നിന്റെ ഒരു എന്താ പറയാ ബ്യൂട്ടി നിലനിർത്താൻ സഹായിക്കുന്ന, അതിന്റെ ഗ്ലോ നിലനിർത്താൻ സഹായിക്കുന്ന, അതിന്റെ തിളക്കം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് അൾട്രാബെറീനെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ
ഈ 2 പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ ഒരു വിവരണം തന്നു. കുറെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, കുറെ ആളുകൾക്ക് ഇനിയും സംശയങ്ങൾ ഉണ്ടായിരിക്കും. അതെല്ലാം നമുക്ക് വഴിയെ ദൂരീകരിക്കാം. എന്തായാലും ഈ ഉൽപ്പന്നങ്ങൾ ഇന്ന് ധാരാളം ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലക്ഷോപലക്ഷം ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മളാൽ കഴിയുന്ന സംഭാവനകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ സൂമിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത കുറേ ആളുകളുണ്ട്. അറ്റൻഡ് ചെയ്ത മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറയുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു വെരി മച്ച്. Thank you, sir. Thank you very much. What a delightful presentation, US. Amazing presentation. ബയോമാഗ്നറ്റിസം എന്ന പ്രതിഭാസത്തെക്കുറിച്ചും അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന രീതികളെക്കുറിച്ചും അതിന്റെ നേട്ടങ്ങളെക്കുറിച്ചും ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആയ അൾട്ടിമേറ്റ് ആന്റി ഓക്സിഡന്റ് അൾട്രാബെറി എന്ന നമ്പർ 1 വെൽനസ് ഡ്രിങ്കിനെ കുറിച്ചും അവയിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ചും വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് അറിവ് പകർന്നു തന്ന സ്നേഹ ബഹുമാനപ്പെട്ട RK സാറിന് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലും എന്റെ പേരിലും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ശരീരത്തിലെ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ്. മാഗ്നറ്റിക് പ്രൊഡക്ട്സ് ഒരു പ്രിവെൻഷൻ ആണ് നമുക്ക് നൽകുന്നത്. ഒരു തുള്ളി മരുന്ന് പോലും ഉള്ളിൽ കഴിക്കാതെ ഏകദേശം 220ഓളം ജീവിതശൈലി രോഗങ്ങളെ ചേർത്ത് നിൽക്കാനും നമ്മുടെ ആരോഗ്യത്തെ സ്ഥിരമായി സൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പ്രോഡക്ട്സിന്റെ മഹത്വം എന്നുള്ളത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഈ പ്രോഡക്ട്സിലേക്ക് അട്രാക്റ്റീവ് ആകുന്നു. അങ്ങനെ ദൈവത്തിന്റെ കയ്യൊപ്പ് പൊതിഞ്ഞ ഈ ബയോറ്റോറിയം ഈ പ്രൊഡക്റ്റിനെ യൂസ് ചെയ്ത് ആരോഗ്യത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുകയും ഈ ബയോറ്റോറിയം പ്രോജക്റ്റിന്റെ സാധ്യത മനസ്സിലാക്കി കൂടുതൽ സാമ്പത്തിക സുരക്ഷിതത്വം കൈവരിച്ചും കൊണ്ട് നമുക്ക് എല്ലാവർക്കും മുന്നേറാം. അങ്ങനെ ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും ഒക്കെ നേടിക്കൊണ്ട് ജീവിത വിജയം നേടാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഹെൽത്ത് ഇന്ത്യ, വെൽത്ത് ഇന്ത്യ, ഹാപ്പി ഇന്ത്യ. ജയ് ബയോറ്റോറിയം. താങ്ക് യു ഓൾ. താങ്ക് യു.